സെമിനാർ പ്രസന്റ് ചെയ്യാനായിട്ട് മഹേഷ് ബാബു സാറിനെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സാറേ തുടങ്ങാട്ടോ. സൗണ്ട് ക്ലിയർ അല്ലേ പക്ഷേ? സാർ ക്ലിയർ ആണ്. സുന്ദരേശ് മാഷ് അടക്കമുള്ള സംസ്കൃതത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും നമസ്കാരം. കോവിഡ് മുതൽ ആരംഭിച്ച ഒരു സംവാദ പരമ്പര അനവരതം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. തീർച്ചയായും സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ചർച്ചകൾ നടക്കുന്നത് ഈ മേഖലയെ വളരെയധികം ഊർജ്ജസ്വലമാക്കുമെന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനവും കൂടി അർപ്പിക്കട്ടെ. ഇന്ന് ഈ സായാഹ്നത്തിൽ ചർച്ച ചെയ്യാൻ നാം തീരുമാനിച്ചിട്ടുള്ളത് സംസ്കൃത സിനിമയാണ്. സാഹിത്യത്തിൽ വളരെ ശക്തമായ ഒരിടം ഉള്ള സംസ്കൃതം ഈ ഒരു കലയുടെ മേഖലയിൽ ഒരു പക്ഷേ ശൈശവാവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള, നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഒരു കുഞ്ഞ് കൈയും കാലും അനക്കിക്കൊണ്ട് മൂവ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് സംസ്കൃത സിനിമ ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷേ അവിടെ മറ്റ് സിനിമാ മേഖലകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു വ്യത്യാസം, വളരെ വർഷങ്ങളുടെ 40-നടുത്ത് വർഷങ്ങളുടെ ഒരു ബാൻഡ്വിഡ്ത്തിലാണ് ഈ സിനിമകളെല്ലാം അല്ലെങ്കിൽ സംസ്കൃത സിനിമ ചരിത്രം നിൽക്കുന്നത് എന്നുള്ളത് ഒരു പ്രത്യേകം നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ നോക്കിക്കാണേണ്ടുന്ന ഒരു വിഷയമാണ്. ലോകത്ത് 7 ലക്ഷത്തോളം സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇന്ന് ഒരു എന്റർടൈൻമെന്റ് എന്ന് മാത്രമല്ല, കല അത് മാത്രവുമല്ല, ഒരു ട്രെൻഡ് സെറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന, സമൂഹത്തെ പെട്ടെന്ന് ചിന്തിപ്പിക്കുവാനും പെട്ടെന്ന് ചർച്ചകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനും ഒക്കെ സാധിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു ഇടമായിട്ട് സിനിമ മാറും. അതോടൊപ്പം നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യവുമുണ്ട്. ഇത് വളരെ വലിയ വ്യവസായവും കൂടിയാണ്, വലിയ സംരംഭമാണ്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട്, ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കൊണ്ട് തന്നെ വേണം സംസ്കൃത സിനിമയെ കുറിച്ചും ചിന്തിക്കാം. ഈ സിനിമയിൽ ഭാരതം അത്ര, അല്ലെങ്കിൽ ഇന്ത്യൻ കോൺട്രിബ്യൂഷൻ അത്ര കുറവൊന്നുമല്ല. 7 ലക്ഷം സിനിമ ഇറങ്ങിയതിൽ ഏതാണ്ട് 1 ലക്ഷത്തിന്റെ അടുത്ത് സിനിമകൾ ഇന്ത്യയിൽ നിന്നാണ്. ലോകത്ത് 200 ഭാഷകളിൽ ചിത്രങ്ങളുണ്ട് എന്നാണ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നമുക്കറിയില്ലാത്ത കുറേയധികം ഭാഷകളിലെ സിനിമകൾ നാം തന്നെ കണ്ടിട്ടുണ്ടാകും. ഭാഷ ഒരു വലിയ ഒരു ഘടകം അല്ല സിനിമയിൽ എന്നും നമുക്കറിയാം. ഇന്ത്യയിൽ 35ഓളം ഭാഷകളിലാണ് സിനിമ ഇറങ്ങുന്നത്.
അതൊരു ചെറിയ ഇതല്ല, ലോകം മുഴുവനായിട്ട് വ്യാപിച്ചു നിൽക്കുന്ന ഒരു വലിയ ഇടം തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഭൂമികയിൽ നിന്നുകൊണ്ട് 20 സിനിമകൾ, 21ാമത്തെ സിനിമ കൂടി ഈ വർഷം യാഥാർത്ഥ്യമാകുമ്പോൾ 21 സിനിമകളാണ് സംസ്കൃത ഭാഷ ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് സംസ്കൃത സിനിമ, സംസ്കൃതത്തിന്റെ തീമുകൾ ഉപയോഗിച്ച് ധാരാളം സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും സംസ്കൃത ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള സിനിമകൾ 21 എന്ന ഒരു കണക്കിലെത്തി നിൽക്കുകയാണ്. ആ 21 എന്ന കണക്കിൽ തന്നെ 95% ഒരു സിനിമ ഒഴിച്ച് ബാക്കിയെല്ലാം ദക്ഷിണ ഭാരതത്തിൽ നിന്നും, ടോട്ടൽ 60% കേരളത്തിൽ നിന്നുമാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്. അത് നമ്മളെ സംബന്ധിച്ചുകൊണ്ട് ഈ ഒരു മേഖലയെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം കൂടിയാണ്. കേരളത്തിലെ സംസ്കൃതത്തിന്റെ ടീം വർക്ക് ഇല്ലാതെ ഒരിക്കലും ഒരു സംസ്കൃത സിനിമ യാഥാർത്ഥ്യമാകില്ല എന്ന് നമുക്കറിയാം. അപ്പൊ അത് നമ്മൾ ആലോചിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട, എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇടം, അങ്ങനെ ഒരു മേഖല കൂടുതലായി തെളിഞ്ഞു വരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടുന്ന ഒരിടം തന്നെയാണ്. കൂടാതെ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും, ഏത് രീതിയിലാണ് ഈ സിനിമകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്, ആ സഞ്ചാരത്തിന്റെ സൂക്ഷ്മതയിലേക്ക് തന്നെയാണ് ഒരു അക്കാദമിക രീതിയിൽ നാം കടന്നു ചെല്ലേണ്ടത്. തീർച്ചയായിട്ടും അക്കാദമിക ലോകം ആ സിനിമയെ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ തന്നെ ആ മേഖല കൂടുതൽ ആഴത്തിലും കൂടുതൽ ശക്തമായും വളരാനുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ചിന്തകൾ ലഭ്യമാകും. അപ്പൊ അങ്ങനെ തന്നെ നമുക്കതിനെ കാണുമ്പോൾ ഈ സിനിമകൾ 1983 GV അയ്യർ ആരംഭിച്ച, അല്ലെങ്കിൽ അദ്ദേഹം അന്ന് ആദിശങ്കരാചാര്യ എന്ന സിനിമ ചെയ്യുമ്പോൾ അന്ന് ഭാരതത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു ചലച്ചിത്ര പ്രവർത്തകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആ ടീം അത്ര ശക്തമായ ഒരു ടീമായിരുന്നു. അതിനുള്ളിൽ തന്നെ 30-ലധികം സിനിമകൾ, വളരെ പോപ്പുലറായ 30-ലധികം സിനിമകൾ അദ്ദേഹം കന്നഡയിൽ ചെയ്തു കഴിഞ്ഞു. അത്രയും വലിയ ഒരു, പഴയ കാലഘട്ടങ്ങളിൽ ഇത്രയധികം സിനിമകൾ ഇറങ്ങിയിരുന്നില്ല ഇന്നത്തെ പോലെ എന്നുള്ളത് കൊണ്ട് തന്നെ അത്രയും പരിചയസമ്പന്നനായ ഒരു വ്യക്തി എന്തുകൊണ്ട് സംസ്കൃതത്തിൽ ഒരു സിനിമ എടുത്തു? ഒരുപക്ഷെ നമുക്കറിയാം, സംസ്കൃതം എന്ന് പറയുന്ന ഭാഷ ഇതിനേക്കാൾ കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ സംസ്കൃതത്തെ കൂടുതൽ ആഴത്തിൽ അറിഞ്ഞ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും കുറേയും കൂടി മുന്നോട്ട് വന്നതിന് ശേഷമാണ് ആദ്യമായ ഒരു സിനിമ സംസ്കൃതത്തിൽ രൂപപ്പെടുന്നത്. വർഷങ്ങൾക്ക് ശേഷം, ഒരു 30-ലധികം വർഷങ്ങൾ സിനിമ മുമ്പോട്ട് സഞ്ചരിച്ചിട്ടാണ് സംസ്കൃതം അതിന്റെ കൂടെ ചേരുന്നത്. ഭാരതത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമാ സംരംഭം സാധ്യമായത്? അദ്ദേഹം തന്നെ അതിൽ കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ശങ്കരാചാര്യ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനം മുഴുവൻ ഈ ഭാഷയുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു, ഈ ഭാഷയിലൂടെയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു സിനിമ എടുക്കണമെങ്കിൽ അത് സംസ്കൃതത്തിലായാലേ കൃത്യമാകുള്ളൂ, സൂക്ഷ്മമാകുകയുള്ളൂ എന്ന്
കൃത്യമായി അദ്ദേഹം അതിനെ കണ്ടിട്ടാണ് അന്ന് ആദിശങ്കരാചാര്യ സംസ്കൃതത്തിൽ ചെയ്തത്. അപ്പൊ അതിനുവേണ്ടി വലിയ ഒരു ടീം വർക്കും അതിനുള്ള ഒരു എഫർട്ട്. ഫസ്റ്റ് മൂവി എന്ന നിലയിൽ നമുക്കറിയാം മാതൃകകൾ അല്ലെങ്കിൽ ഈ ഭാഷയിൽ അതിനെ കൈകാര്യം ചെയ്യുന്ന മാതൃകകൾ ഒന്നും ആർക്കും ലഭ്യമല്ലാതിരിക്കെ, പക്ഷെ വളരെ പ്രൊഫഷണലായ ഒരു ടീമിനെ ഉപയോഗിച്ച് ചെയ്തു, സംസ്കൃതത്തെ അതിന് വയബിളാക്കി എടുത്തു എന്നുള്ള ഒരു വലിയ കാര്യം അവിടെ ചെയ്യുന്നു. ആദിശങ്കരാചാര്യ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ സാധ്യതകളെ അല്ലെങ്കിൽ ആ ഭാഷയിൽ അത് കൈകാര്യം ചെയ്യുകയും അതിൽ അദ്ദേഹം എടുത്ത മൃത്യു ഒരു കഥാപാത്രമായിട്ട് തന്നെ അതിലേക്ക് കൊണ്ടുവരുവാണ്. ഒരു രംഗപാഠത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ കഥയെ എങ്ങനെ മാറ്റിയെടുക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് കൃത്യമായി അറിയാമായിരുന്നു. മൃത്യു എന്നുള്ളത് ശങ്കരാചാര്യരുടെ ഒപ്പം വളർന്നുകൊണ്ടേ ഇരിക്കുകയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അതിനെ കൈകാര്യം ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം ആ സിനിമ ചെയ്തെടുത്തതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് കേരളം തന്നെയായിരുന്നു. ആ ശങ്കരാചാര്യരുടെ അതേ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ അത്, അല്ലെങ്കിൽ ആ ഭൂമികയിൽ അതേ ഇടങ്ങൾ, അതേ ഒരുപക്ഷെ ആ വീടുകളുടെ ഒക്കെ രീതികളും എല്ലാം അതേപോലെ എടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കണം അദ്ദേഹം അത് അങ്ങനെ ചെയ്തത്. വീണ്ടും 10 വർഷം കഴിഞ്ഞാണ് അദ്ദേഹം തന്റെ രണ്ടാമത്തെ സിനിമ, അദ്ദേഹം തന്നെ വേണ്ടി വന്നു ആ രണ്ടാമത്തെ സ്റ്റെപ്പും കൂടി വച്ച് ഇതിനെ ഒന്ന് ചലിപ്പിക്കാൻ. അത് നമുക്കറിയാം ഭഗവത്ഗീതയാണ്. ഈ 2 ചിത്രങ്ങളും ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള അംഗീകാരം നേടിക്കൊണ്ട് തന്നെയാണ് ആ കാലഘട്ടത്തിൽ സജീവമായി വന്നത്. ശ്രദ്ധ നേടുക തന്നെ ഉണ്ടായി. പക്ഷേ തന്റെ 3ാമത്തെ ചിത്രത്തിലേക്കുള്ള പണിപ്പുരയിൽ സ്ക്രിപ്റ്റ് വർക്ക്, തിരക്കഥയുടെയും മറ്റു വർക്കുകളും പൂർത്തീകരിച്ച അതിനുശേഷമായിരുന്നു അദ്ദേഹം ലോകത്തിനോട് വിട പറഞ്ഞു പോയത്. അല്ലെങ്കിൽ 3ാമത്തെ സിനിമയും അദ്ദേഹത്തിന്റെ തന്നെ വരുമായിരുന്നു. ഞങ്ങൾ ഇദ്ദേഹത്തെ കുറിച്ച് കുറച്ച് പഠനങ്ങൾ നടത്തുകയും അദ്ദേഹത്തെ കുറിച്ച് ഒരു ഡോക്യുമെന്ററിക്കുമുള്ള ചില പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് കൊണ്ട് അത് കൃത്യമായി അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹത്തിന്റെ പുത്രന്മാരെയും സഹോദരനെയൊക്കെ പോയി കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഇത് ചെയ്യണം എന്നുള്ള വലിയ ഒരു ആഗ്രഹം, സംസ്കൃത ഭാഷയുടെ ശക്തിയെ തൊട്ടറിഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് ഈ ചിത്രങ്ങളെ അദ്ദേഹം ആ രീതിയിൽ ആവിഷ്കരിച്ചെടുത്തത്. അനുസൃതമായിട്ടുള്ള ഒരു രംഗപാഠം ഉണ്ടാക്കിയെടുക്കുക, ഒരു തിരക്കഥ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തത്. ഭഗവത്ഗീത ചെയ്തപ്പോൾ അതിന്റെ വാർത്തകളിലൂടെ നമുക്കറിയാവുന്നതാണ്. ഭഗവത്ഗീത ആയതുകൊണ്ട് തന്നെ കുറേ അധികം ഹിമാലയത്തിന്റെ ഭാഗങ്ങളിൽ ഷൂട്ടിംഗ് വേണ്ടി വരികയും അന്നത്തെ വസ്ത്രാലങ്കാരം, വസ്ത്രരീതികളുമായി, ആ തണുപ്പിൽ അതേ വസ്ത്ര രീതികളുമായി അവിടെ അത് ഷൂട്ട് ചെയ്തെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് സംസ്കൃതത്തിന്റെ ഇടത്തിൽ തന്നെ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസ്കൃത സിനിമ ചെയ്തെടുത്തത്. അതിനുശേഷം നമ്മൾ 25-ലധികം വർഷം കാത്തുനിന്നു. 28ാമത്തെ വർഷമാണ് 1992 ശേഷം 2015 വിനോദ് മങ്കര പ്രിയമാനസം എന്ന തന്റെ സംസ്കൃത സിനിമ ചെയ്തെടുക്കും. അദ്ദേഹം ഒരു ഇന്റർവ്യൂവിലും നേരിട്ടുമൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു അനുഭവമുണ്ട്. വളരെ കുറച്ച് ആൾക്കാർ മാത്രം സംസാരിക്കുന്ന, വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയുന്ന ചില ഭാഷകളിൽ
സിനിമ വരുന്നുണ്ട്. ശരിക്കും ഭാഷ സിനിമയ്ക്ക് അത്ര പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമല്ല. ദൃശ്യഭാഷയും അതിന്റെ മറ്റ് സാങ്കേതിക മികവുകളും സാങ്കേതികതകളും ഒക്കെയാണ് ഒരു ചലച്ചിത്രത്തെ ഭംഗിയാക്കി തീർക്കുന്നത്. എത്ര ഇറാനിയൻ ചിത്രങ്ങൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. സിനിമ കാണുന്ന നല്ല സിനിമകളെ അന്വേഷിച്ച് നടക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ പേര് പോലും കേട്ടിട്ടില്ലാത്ത ചില ഭാഷകളിൽ ഉള്ള സിനിമകളിൽ നാം എത്തിച്ചേരാറുണ്ട്. ഭാഷ അത്ര പ്രസക്തമല്ല. പക്ഷേ ഒരു ഭാഷയുടെ ഇടത്തിൽ നിന്നുകൊണ്ടൊരു സിനിമ വരുമ്പോൾ അതിന് വളരെ വലിയ ഒരു ശക്തി ഉണ്ട് എന്ന് പറയുകയല്ല, അത് തെളിയിച്ച് തന്നിട്ടാണ് ആ മഹാപ്രതിഭ ഈ ലോകത്തിൽ നിന്നും വിടവാങ്ങുന്നത്. അതിനുശേഷം അത് ഏറ്റെടുക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ, വിനോദ് മങ്കരയുടെ മനസ്സിലുണ്ടായിരുന്നത് എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ സംസ്കൃതത്തിൽ ഒരു സിനിമ എടുത്തു. നമുക്കറിയാം, കലയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പ്രിയമാനസം ഉണ്ണായി വാര്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ചലച്ചിത്രമാണ് അത്. ഈ ആദ്യ രണ്ട് സിനിമകളുടെയും പോലെ തന്നെ ഈ സിനിമയും ദേശീയ തലത്തിൽ അംഗീകാരം നേടിക്കൊണ്ട് തന്നെയാണ് രംഗപ്രവേശം ചെയ്തത്. വളരെ വലിയ ഒരു പ്രൊഫഷണൽസിന്റെ ഒരു ടീം വർക്ക് അല്ലെങ്കിൽ കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വളരെ മെച്ചപ്പെട്ട ഒരു ടീമായിരുന്നു അദ്ദേഹത്തിന്റെ ഒപ്പം. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പക്ഷെ ചിന്തിക്കുന്നതിന്റെ അപ്പുറം വലുതായിട്ടുള്ളതും, എന്താണ് ഒരു സിനിമയുടെ പിന്നിൽ എത്ര പേർ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ നമുക്കൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ നമ്മളൊക്കെ സാധാരണ അറിയുന്ന പോലെ ഒരു 50 മുതൽ 100 പേരുടെ ഒരു ടീം വർക്ക് ചെയ്യണം. പക്ഷേ ഒരു ചിന്തിക്കുന്നതിന്റെ അപ്പുറമുള്ള വലിയൊരു ടീം വർക്ക് ചെയ്യുന്ന ചിത്രങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലൊക്കെ ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ 10 ഇരട്ടി 20 ഇരട്ടി ആൾക്കാരൊക്കെ വർക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് സിനിമ മാറുന്നുണ്ട്. ഒരു 35 അല്ലെങ്കിൽ ഒരു 15-20 ലക്ഷം എന്ന് പറയുന്ന ഒരു ചെറിയ സിനിമകൾ ഒരുക്കുകയും ആർക്കും പ്രത്യേകിച്ച് കാര്യമായ സാമ്പത്തികമായിട്ടുള്ള റെമ്യൂണറേഷൻ ഒന്നും നൽകുന്നില്ലെങ്കിൽ ഒരു 10-20 ലക്ഷം രൂപയ്ക്ക് ഒരു സിനിമ ചെയ്തെടുക്കാൻ സാധിക്കും. മറ്റ് സാങ്കേതികത, മറ്റ് അതിനു വേണ്ടിയിട്ടുള്ള ടെക്നോളജിയുടെയും ഉപകരണങ്ങളുടെയും ഇത്രയും പേരെ ഒരു ടീമിനെ, ഒരു 50-60 പേരുടെ ഒരു ടീമിനെ ഒരു 15-20 ദിവസത്തെ ഒരു പ്രൊഡക്ഷൻ വർക്കും, ഒരു ചെറിയ ടീമിന്റെ ഒരു പ്രീ പ്രൊഡക്ഷനും, ഒരു ചെറിയ ടീമിന്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷനും ആണെങ്കിൽ ഒരു പക്ഷേ ഒരു 25-35 ലക്ഷം രൂപയ്ക്ക് ഒരു സിനിമ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്ര ധാരണയുള്ളവരും ഒരു വഴക്കമുള്ളവരുമാണ്. പക്ഷെ പൊന്നിയിൻ സെൽവൻ പോലുള്ള സിനിമയുടെ ബഡ്ജറ്റ് 500 കോടി രൂപയായി. 500 ദിവസത്തെ ഷൂട്ടിങ്ങും ദിവസം 1 കോടി രൂപയും തീരുമാനിച്ചിട്ടാണ് പൊന്നിയിൻ സെൽവൻ എന്ന സിനിമ അവര് സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ വലിപ്പം ഇവിടെ ഒരു പക്ഷെ ഒരു സംസ്കൃതം സിനിമയുടെ ഒരു മൊത്തം ക്രൂ പൊന്നിയിൻ സെൽവനിൽ ഗതാഗതത്തിനുള്ള ഡ്രൈവേഴ്സിന്റെ ഒരു എണ്ണത്തിന്റെ ഒപ്പം പോലും എത്തിയെന്ന് വരില്ല. ഇപ്പൊ ഇവിടെ ഈ മേഖലയുടെ ഒരു വലിപ്പം
ആ വ്യവസായത്തിന്റെ ഒരു വലിപ്പം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരിട്ട് എക്സ്പീരിയൻസ് ഉള്ള കാര്യമായതുകൊണ്ടാണ് ഞാനത് അത്രയും കൃത്യമായി ഒന്ന് പറഞ്ഞത്. അപ്പൊ ഇത്രയും വലിയ ഒരു ഭൂമികയിലാണ് 200ഓളം ഭാഷകൾ, 7 ലക്ഷത്തോളം സാമ്പിളുകൾ. അതിലാണ് നാം വളരെ എന്താ പറയുക, സംസ്കൃതത്തിൻ്റെതായ ഒരു പ്രത്യേകത, ഒരേ ഒരു സ്ഥലത്ത് ഇത് സംസാരിക്കുന്ന കുറേയധികം പേർ. അങ്ങനെ ഒരു സാധ്യത സംസ്കൃതത്തിന് വളരെ കുഴപ്പമുള്ളതാണ്. സംസ്കൃതം അറിയുന്നതും സംസ്കൃതം സംസാരിക്കുന്നവരും ധാരാളം ആൾക്കാരും. പക്ഷെ ഒരിടത്ത് സംസ്കൃതം മാത്രം സംസാരിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ഇടങ്ങൾ, അല്ലെങ്കിൽ സംസ്കൃത സിനിമകൾ കൊണ്ടുവരാൻ തിയേറ്ററുകാർ ആഗ്രഹിക്കുന്ന ഒരിടം, എങ്ങനെ ഭാഷാപരമായിട്ട്, അങ്ങനെ ഒരിടത്തിന്റെ അഭാവം കൊണ്ട് തന്നെയാവാം ഈ മേഖലയിലേക്ക് ഇത്തരം സാധാരണ ജനപ്രിയ സിനിമകളുടെ ഒരു മേഖലയിലേക്ക് സംസ്കൃതം തീർത്തും, അല്ലെങ്കിൽ സംസ്കൃതത്തിലൂടെയുള്ള സിനിമകൾക്ക് തീർത്തും ശ്രമം ഉണ്ടാകാതിരുന്നു. സംസ്കൃതത്തിൻ്റെതായ വിഷയങ്ങൾ ധാരാളം ഒരുപാട് ഭാഷകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, നമ്മുടെ കാവ്യങ്ങളുടെ കഥകളൊക്കെ നിരന്തരമായിട്ട് ചലച്ചിത്രങ്ങളായി പരിണമിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും അതിനെക്കുറിച്ചൊരു ചിന്ത ഉണ്ടാവാതെ പോയത് ഈ ഒരു വ്യാവഹാരികമായ ദിശയിൽ ഭാഷ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ചർച്ച പെട്ടെന്ന് സമൂഹത്തിൽ ഉണ്ടാവുകയും നടക്കുകയും ചെയ്ത് ഇതിനെ നാം കൃത്യമായിട്ട് ആലോചിക്കേണ്ട, അല്ലെങ്കിൽ സംസ്കൃതവുമായി ബന്ധപ്പെട്ട്, സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഈ ഒരു ഹഡിൽ എന്ന് നമുക്ക് പറയാം, ഹഡിൽസിനെ എങ്ങനെ നാം കടന്നു പോകും എന്നുള്ള കാര്യം. പക്ഷെ സിനിമകൾ, എല്ലാ സിനിമകളും ധാരാളം, ലോകത്ത് ഇത്രയും സിനിമകൾ ഉണ്ടാവുന്നു. ഈ സിനിമകളെല്ലാം ആൾക്കാർ കണ്ട് തന്നെ വിജയിച്ച് തീർന്നിട്ടുള്ള സിനിമകളല്ല. കുറേയധികം സിനിമകൾ നാം ഒരു കാലഘട്ടം വരെ പാരലൽ സിനിമാ ലോകം എന്നൊക്കെ നാം പറയുമെങ്കിലും കോവിഡിന് ശേഷം നമുക്കതിനെ രണ്ടിനെയും അത്രയും വലിയ ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് പോലെ മാറ്റി നിർത്താനൊന്നും തീർത്തും സാധിക്കില്ല. അവിടെയും ഇവിടെയും എല്ലാത്തരം ആൾക്കാരും കാണുന്ന ഒരു രീതിയിലേക്ക് സിനിമകൾ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സിനിമകളിലേക്ക് പിൻപറ്റി നിൽക്കുന്ന ഒരു സാഹചര്യം തുടർന്നു വന്ന സംസ്കൃത സിനിമകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. 2015 ഈ പ്രിയമാനസം ഇറങ്ങുകയും അത് സമൂഹത്തിൽ ഒരു ചർച്ചയാവുകയും ആ സമയമായപ്പോഴേക്കും സോഷ്യൽ മീഡിയകൾ സജീവമായി വരികയും കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ശക്തമാവുകയും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ എല്ലാവരിലേക്കുമൊക്കെ, പലയിടങ്ങളിലേക്കുമൊക്കെ എത്തുകയും ചെയ്തിട്ടുണ്ടാവും. ഇതേ സമയം തന്നെ കേരളത്തിൽ മറ്റൊരു കാര്യവും കൂടി സംഭവിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ 2004 മുതൽ കേരളത്തിലെ കരിക്കുലം പാഠപുസ്തക സമിതികളിലൊക്കെ ഞാൻ അതിന്റെ കൂടെ പലപ്പോഴും പങ്കെടുക്കാറുള്ള ഒരു വ്യക്തിയാണ്. 2014 നമുക്കത് വളരെ അഭിമാനത്തോടു കൂടി പറയാവുന്ന ഒരു കാര്യമുണ്ട്. ആ കരിക്കുലം റിവിഷൻ നടക്കുകയും പുതിയ പാഠപുസ്തകങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ കേരളത്തിലെ ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങളിൽ എല്ലാ ഭാഷകളിലും പാഠപുസ്തകങ്ങൾ മാറുകയുണ്ടായി. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരേ സമയം എല്ലാ വിഷയം 42-ലധികം പാഠപുസ്തകങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാവുന്ന ഒരു കാലഘട്ടവും കൂടിയായിരുന്നു. അപ്പൊ അങ്ങനെ ഈ പാഠപുസ്തകങ്ങൾ ഉണ്ടായപ്പോൾ
ഒരു തിരക്കഥ സംസ്കൃതത്തിന്റെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാൻ ചേർക്കുകയുണ്ടായി. അന്ന് ഞങ്ങളുടെ ചർച്ചയിൽ ഞങ്ങളുടെ മുമ്പിലേക്ക് വന്ന ഏറ്റവും വലിയൊരു കാര്യം, പുതിയ തലമുറ ഏറ്റവും ജാഗരൂകരായി അല്ലെങ്കിൽ ഏറ്റവും സന്തോഷത്തോടു കൂടി ഇൻട്രസ്റ്റോടു കൂടി ചർച്ച ചെയ്യുന്ന ഒരു ഇടം എന്ന് പറയുന്നത് സിനിമയാണ്. ഏറ്റവും സ്വാധീനിക്കുന്നതും സിനിമയാണ്. ഇപ്പോ നമ്മൾ വളരെ 2 സംസ്കൃത സിനിമ മാത്രമുള്ള 1-2 ഷോർട്ട് ഫിലിമുകൾ മാത്രമുള്ള ഒരു സമയത്താണ് സംസ്കൃതത്തിലെ മറ്റെല്ലാ കാര്യങ്ങളും പഠിക്കാനുള്ളത് പോലെ തന്നെ ഇത്തരം ഒരു സമീപനവും കൂടി ഒരു തിരക്കഥ പഠന വിഷയമാക്കുവാൻ തീരുമാനിച്ചു. ആ പുസ്തകം പുറത്തിറങ്ങി ആ വർഷം തന്നെയാണ് പ്രിയമാനസം എന്ന് പറഞ്ഞ സംസ്കൃത സിനിമകളുടെ സഞ്ചാരത്തിന് ഒരു ബ്രേക്ക് നൽകിക്കൊണ്ട് അതിനുശേഷം ഒരു തുടർച്ചയായി പ്രിയമാനസം എന്ന സിനിമ പുറത്തു വന്നത്. ഓക്കെ, ഞാൻ മെസ്സേജ് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. അപ്പൊ ആ സിനിമ വരികയും അത് പെട്ടെന്ന് ചർച്ചയാവുകയും അത് ഈ മേഖലയെ വളരെ സ്വാധീനിക്കുകയും ചെയ്തു എന്ന് തന്നെ പറയാം. ഇവിടെ അതേ സമയം തന്നെ സംസ്കൃത സിനിമ പാഠ്യവിഷയമാവുകയും ആ സംസ്കൃത സിനിമ പാഠ്യവിഷയമായി ആ പരീക്ഷ കുട്ടികൾ പാഠപുസ്തകം നിർമ്മിക്കുമ്പോൾ 2 സിനിമയേ ഉള്ളൂ എങ്കിലും കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആ പുസ്തകം ഇറങ്ങി, പുസ്തകം ഇപ്പോഴും പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത്രയും വർഷം കൊണ്ട് 2 നിന്നും 20 സംസ്കൃത സിനിമകൾ നിർമ്മിക്കപ്പെട്ട്, അല്ലെങ്കിൽ അത്രയും വിപുലമായ, നമ്മളെ സംബന്ധിച്ച് വളരെ വിപുലമായ ഒരു മേഖലയായിട്ട് പരിണമിച്ചു. ഇതേ സമയം തന്നെ കുട്ടികളുടെ ഇടയിൽ ഹ്രസ്വചിത്രങ്ങളുടെ നിർമ്മാണവും പല ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ പോലും ഹ്രസ്വചിത്ര മത്സരങ്ങളും സംസ്കൃത ഹ്രസ്വചിത്ര മത്സരങ്ങളും സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ടായി. ഒരു വർഷം 32 ഹ്രസ്വചിത്രം മത്സരത്തിന് വന്ന ഒരു വർഷം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് കൂട്ടി വായിക്കേണ്ടതുണ്ട്. അക്കാദമികമായ തലത്തിൽ അല്ലെങ്കിൽ പുതിയ തലമുറ അവരുടെ ക്ലാസ് റൂമിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റിവേഴ്സ് ബ്ലൂംസ് ടാക്സോണമിയിലൊക്കെ ഒരു പഠനം എന്ന് പറയുന്നതിന്റെ ഏറ്റവും അറ്റ്മോസ്റ്റ് ആയിട്ടുള്ള തലം എന്ന് പറയുന്നത് സർഗാത്മകതയാണ്. ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യാൻ, ആ അറിവ് ഒരു കാര്യത്തെ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ അതിന്റെ സർഗാത്മകതയിലേക്ക് ആ അറിവ് വിന്യസിച്ച് കയറുമ്പോഴാണ് ആ പഠനം അതിന്റെ ഏറ്റവും സാർത്ഥകമായ തലത്തിൽ എത്തിച്ചേരും. അപ്പൊ അങ്ങനെ ക്രിയേറ്റിവിറ്റിയുടെ വലിയൊരു സാധ്യത ഇത് വിദ്യാർത്ഥികളുടെ മുമ്പിലും ആ സംസ്കൃതവുമായി ചേർന്ന് നിൽക്കുന്ന അധ്യാപക സമൂഹത്തിലും സംഭവിക്കുകയുണ്ടായത്. അപ്പൊ ആ വിദ്യാർത്ഥികൾ ഇന്ന് ഡിഗ്രിയൊക്കെ കഴിഞ്ഞെത്തുന്ന ഒരു കാലഘട്ടം, കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ്. തുടർന്ന് നമ്മൾ കാണുന്നത് 2016 ഡോക്ടർ ജി പ്രഭയുടെ ഇഷ്ടി കടന്നു വരും. 2016 ഇഷ്ടി ഗോവ ഫിലിം ഫെസ്റ്റിവലില്, നമ്മുടെ ഇന്ത്യൻ പനോരമയുടെ ഫെസ്റ്റിവലിലെ ഉദ്ഘാടന ചിത്രമായിട്ടാണ് കടന്നു വന്നത്. അതിനുശേഷം 2017 സൂര്യകാന്ത, അതിനുശേഷം അനുരക്തി എന്ന സിനിമ വന്നപ്പോഴേക്കും
ഈ ഒരു മേഖലയിലേക്ക് ഇത് ഒരു സ്വപ്നം കണ്ടുകൊണ്ട് നടന്നിരുന്ന ഞങ്ങളെ പോലും ക്ഷണിച്ചുകൊണ്ട് എത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് കടന്നു. അവിടെ ആ മേഖല ചലിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ ചില ദൃഷ്ടാന്തങ്ങളാണ് ആ സമയത്ത് കാണാൻ സാധിച്ചത്. പക്ഷെ എല്ലാം നമുക്ക് ഇങ്ങോട്ട് മുമ്പിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ, ആദ്യത്തെ 2 ചിത്രങ്ങൾ കഴിഞ്ഞിങ്ങോട്ട് കടന്നു വരുമ്പോൾ നോക്കിയാൽ എല്ലാം ചില പരീക്ഷണങ്ങൾ തന്നെയാണ് എന്ന് കാണാം. ഒരു ശൈശവാവസ്ഥയിൽ എത്തി എന്നിപ്പോഴും സംസ്കൃത സിനിമയെ നമുക്ക് പറയാൻ പറ്റില്ല. നിരന്തരമായ പരീക്ഷണങ്ങൾ നടക്കുകയാണ്. തന്റെ ഇടം ഏതാണ് എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ തനിക്കൊരു ഇടമുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനുശേഷം വീണ്ടും അനുരക്തി വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബോളിവുഡ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു വർഷം, ഇപ്പോൾ ബോളിവുഡിൽ ഏതാണ്ട് 2000-ഓളം സിനിമയാണ് ഒരു വർഷം ഇറങ്ങുന്നത്. അന്നൊരു 1500, 1200-നും 1500-നും ഇടയിൽ ചിത്രങ്ങൾ ഇറങ്ങിയ കാലഘട്ടങ്ങളാണ്. ഈ സമയത്ത് ഒന്നും ഒരു ചിത്രം പോലും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഈ ചിത്രങ്ങളുടെ ഇടയിലേക്ക് ആദ്യമായിട്ട് ബോളിവുഡിൽ നിന്നും ഒരു സംവിധായകൻ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ചിത്രവുമായിട്ട് എത്തുകയുണ്ടായി. തുടർന്ന് അങ്ങോട്ട് മധുരസ്മിതം കുട്ടികളുടെ ചലച്ചിത്രത്തിന്റെ മേഖലയിലേക്ക്, ഇതിനെല്ലാം ഓരോന്നിനും ചില പ്രത്യേകതകൾ, അത് സംവിധാനം ചെയ്തവരുടെ ചിന്തകളിലൊക്കെ ആയിട്ട് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതിലേക്ക് ഞാൻ വല്ലാതെ ഇപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു ടൈമിന്റെ ഉള്ളിൽ ചർച്ചകളുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് പറയാം. അപ്പൊ അവിടെ കുട്ടികളെ വെച്ചുകൊണ്ടൊരു ചിത്രം എടുക്കാൻ തയ്യാറാവുകയുണ്ടായി. മറ്റൊരു പരീക്ഷണമാണ് അവിടെ നടന്നത്. അനുരക്തിയുടെ പരീക്ഷണം, അത് ആദ്യമായിട്ട് 3D ഷൂട്ടിംഗ് നടന്ന ആദ്യത്തെ 3 ഡയമെൻഷൻ പിക്ചറായിട്ടാണ് അനുരക്തി മുമ്പോട്ട് പോയത്. സാധാരണ 2Dയിലും 3Dയിലും ഷൂട്ട് ചെയ്യപ്പെട്ട ഒരു സിനിമയാണ്. അപ്പൊ ആ സിനിമയുമായിട്ട് ചേർന്നുകൊണ്ട് സിനിമയുടെ ഒരു നിർമ്മാണ പ്രക്രിയയിൽ പൂർണ്ണമായിട്ടും, സംസ്കൃത സിനിമകളുടെ ഒരു പ്രത്യേകത ഏതാണ്, പൂർണ്ണമായിട്ടും അതിന്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ സ്ക്രിപ്റ്റുമായിട്ടും അതിന്റെ ഓരോ ഇപ്പം ഫോട്ടോഗ്രാഫിയുടെ ടീമായിട്ടും സംവിധാനത്തിന്റെ ടീമായിട്ടും കലയുടെ ടീമിനോടും എല്ലാവരോടും സംസ്കൃതം അറിയാവുന്നവർ ഇരുന്ന് ചർച്ച ചെയ്യേണ്ടി വരും. എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളിടത്ത് ഈ ഒരു ചർച്ച, നിരന്തരമായ ചർച്ച നടക്കുന്ന ഒരു പ്രീ പ്രൊഡക്ഷൻ ടൈം. അതിനുശേഷം പ്രൊഡക്ഷനിൽ നമുക്കറിയാം, നമുക്ക് സാധാരണയുള്ള നമ്മുടെ അഭിനേതാക്കൾക്ക് ആർക്കും സംസ്കൃതം അങ്ങനെ സംസാരിക്കാൻ, സംസ്കൃതത്തിന്റെ ഒരു ചിത്രത്തിന്റെ നിർമ്മാണ സമയത്ത് വളരെ കൃത്യമായിട്ട് മനസ്സിലായ ഒരു കാര്യം അതാണ്, നമ്മൾ എത്ര കണ്ട് പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്താലും അതിനനുസരിച്ച് സംസാരിച്ചുള്ള ഒരു ലിപ്പ് കിട്ടേണ്ട ഒരു ആവശ്യമുണ്ട്. ഡബിങ്ങിന് മുമ്പ്, ഡബിങ്ങിന്റെ സമയത്ത് ആ ലിപ്പിലേക്ക് സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ ഒരു മെമ്മറിയില് സംസ്കൃതത്തിന്റെ സംഭാഷണത്തിന്റെ ചില മെമ്മറികൾ വളരെ ബുദ്ധിമുട്ടാണ്. ആരുടെയും തന്നെ അഭിനേതാക്കളുടെ ആരുടെയും തന്നെ മനസ്സിൽ അങ്ങനെ കാണുന്നത്, അല്ലെങ്കിൽ മെമ്മറി, അല്ലെങ്കിൽ വളരെ സ്പെഷ്യൽ, അല്ലെങ്കിൽ വളരെ നല്ല, വളരെ എന്താ പറയാ, നമ്മള് അഭിനേതാക്കളുടെ ഇടയിൽ മുൻനിരയിൽ നിൽക്കുന്ന ചിലരാണെങ്കിൽ അവർക്കതൊരു പ്രശ്നമല്ല. ഒരു വളരെ പ്രൊഫഷണലാണ്, വളരെ തന്മയത്തോടു കൂടിയ ലിപ്പ് ചെയ്യുന്നവരാണ്. അതല്ലാതെ സാധാരണ ആൾക്കാരെ സംബന്ധിച്ച് അവിടെ ഒരു സ്ട്രഗിളാണ്. സ്ട്രഗിൾ നമ്മള് അത് പലപ്പോഴും നമ്മളത് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പല രീതികൾ ഉപയോഗിക്കേണ്ടി. അപ്പൊ ഇത് ഒരു എക്സ്പീരിയൻസ് അതിന്റെ കൂടെ ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അനുരക്തിന്ന് അഹം ബ്രഹ്മാസ്മിയിലേക്കും അതിനുശേഷം മധുരസ്മിതത്തിലേക്കും കടന്ന് 2015 മുതൽ ചർച്ച തുടങ്ങി 2020 പുണ്യകോടി എന്ന് പറയുന്ന ഫുള്ളി ആനിമേറ്റഡ് ആയിട്ടുള്ള ഒരു സംസ്കൃത സിനിമ പുറത്തിറങ്ങിയത്. ഏതാണ്ട് നീണ്ട 5 വർഷം അതിന്റെ ചർച്ചയുടെ ആരംഭ സമയങ്ങളിലൊക്കെ അതിൽ പങ്കെടുത്തിരുന്നവരും ഒക്കെ ആയിട്ട് പല ചർച്ചകളും പല സംഭാഷണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവര് അത്രയും നീണ്ട ഒരു വർഷം എടുത്തുകൊണ്ടാണ് ഫുള്ളി ആനിമേറ്റഡ് ആയിട്ടുള്ള ഒരു സംസ്കൃത സിനിമ പുറത്തു കൊണ്ടുവന്നത്. അതിനുശേഷം അഗോചരാർണവം വീണ്ടും കർണാടകയിൽ നിന്ന് തന്നെ ഒരു സിനിമ ഇറങ്ങി. തുടർന്നാണ് നമോ എന്ന് പറയുന്ന
ചിത്രം. അതിൽ ഞാനും കൂടി അതിന്റെ ഒരു ഭാഗമായിട്ടുണ്ടായിരുന്നത് കൊണ്ട് ജയറാം നായകനായിട്ടുള്ള വിജീഷ് മണിയുടെ ചിത്രമാണ് നമോ. അതും അത്യാവശ്യം നല്ല പ്രൊഫഷണൽ ടീം തന്നെയാണ് അതിനെ കൊണ്ടുപോയത് എന്ന്, ക്യാമറയാണെങ്കിലും കലയാണെങ്കിലും ഒക്കെ അങ്ങനെയുള്ള ഒരു കൂടുതൽ മുന്നോട്ട് സഞ്ചരിക്കുന്ന ഒരു കാഴ്ച അവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മറ്റൊരു പരീക്ഷണം, ഒരു പ്രധാന നടനെ വെച്ചുകൊണ്ടും പ്രധാന നടിയെ വെച്ചുകൊണ്ടും ഇഷ്ടിയിലെയും പ്രിയമാനസത്തിലെയും നായകന്മാരെ കുറച്ച് കണ്ടുകൊണ്ടല്ല, നെടുമുടി വേണു ഇഷ്ടിയിൽ വളരെ ഭംഗിയായിട്ട് ഒരു നായക സ്വഭാവത്തിൽ നിന്ന് നടൻ കടന്നു വന്നു, അല്ലെങ്കിൽ അതിന് തയ്യാറായി എന്നുള്ളതിനെ നമ്മൾ സംസ്കൃതത്തിന്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കാണുമ്പോൾ കുറച്ച് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. വീണ്ടും നിതീഷ് ഗോപിയുടെ പ്രതികൃതി, പിന്നെ കോഴിക്കോട് ഷിബു കുമരനെല്ലൂരിന്റെ സമസ്യ, അതിനുശേഷം ദുഷ്യന്ത് ശ്രീധരന്റെ ശാകുന്തളം, കോവിഡിന്റെ ആ ഒരു കാലഘട്ടത്തിൽ ശാകുന്തളവും, യദു വിജയകൃഷ്ണന്റെ ഭഗവത് അജ്ജുകവും പുറത്തു വരുന്നുണ്ട്. വീണ്ടും ഇഷ്ടി പനോരമയിൽ സെലക്ട് ചെയ്യപ്പെട്ടതിന് ശേഷം നമോയാണ് വീണ്ടും പനോരമയിൽ എത്തിയ മറ്റൊരു ചിത്രം. അതിനുശേഷം ഭഗവത് അജ്ജുകമാണ് പനോരമയിലേക്ക് എത്തിയ മറ്റൊരു സംസ്കൃത ചലച്ചിത്രം. അതിനു മുമ്പുള്ള എല്ലാ ചിത്രങ്ങളും പനോരമയിൽ ഇടം പിടിച്ചിരുന്ന ചിത്രങ്ങളാണ്. ഇതിനുശേഷം കർണാടകയിൽ നിന്ന് വീണ്ടും സുജേന്ദ്ര പ്രസാദിന്റെ ഏകചക്രം വരുന്നു. അപ്പോഴേക്കും രണ്ടാമത്തെ ചിത്രങ്ങളുമായിട്ട് പഴയ ഇഷ്ടിയുടെ സംവിധായകനായ പ്രൊഫസർ വീണ്ടും തയ എന്ന തന്റെ രണ്ടാമത്തെ സിനിമയുമായി എത്തി. അതുപോലെ തന്നെ വിനോദ് മങ്കര തന്റെ ഒരു ഡോക്യു ഫിലിം സംസ്കൃതത്തിൽ, നമുക്കറിയാം മംഗൾയാനിന്റെ ആ ഒരു ഡോക്യു ഫിലിം സംസ്കൃതത്തിൽ ചെയ്യുകയും ചെയ്തു. പരീക്ഷണങ്ങൾ നിരന്തരമായിട്ട് എന്റെ സഞ്ചാര രീതികൾ മാറുന്നതിനെ ആണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. പിന്നെ ശ്രുതി സൈമന്റെ ധർമ്മയോധ, ഇപ്പം റീസെന്റ് ആയിട്ട് ഏകാഗി, ശ്ലോക, ഈ വർഷം സെൻസർ ചെയ്യാൻ പോകുന്ന മധുഭാഷിതം സുരേഷ് ഗായത്രി വീണ്ടും. അപ്പൊ ഇങ്ങനെ ഇത്രയും സിനിമകളാണ് സംസ്കൃതത്തിൽ, ഇത്രയും പരീക്ഷണങ്ങളാണ് സംസ്കൃതത്തിൽ നടന്നത്. ഇവിടെ പല പല പരീക്ഷണങ്ങൾ, നമുക്ക് ഈ പരീക്ഷണങ്ങളെ നമുക്ക് പല ഘട്ടങ്ങളായിട്ട് പല രീതിയിൽ തന്നെ കാണേണ്ടി വരും. അതിൽ ഭാഷാപരമായ ഒരു യാത്ര ഇവിടെ എല്ലാം നടക്കുകയാണ്. ഈ സംസ്കൃതം, ഈ സിനിമകളിലെ, ഇപ്പോൾ കുറച്ചുപേര് അതിൽ റിസർച്ച് ചെയ്യുന്നുണ്ട്, ഈ സിനിമയിലെ സംസ്കൃതം എങ്ങനെ ഉപയോഗപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും സാധാരണ ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന, അഭിനയിക്കുന്നവർക്ക് തങ്ങളുടെ ലിപ് മൂവ്മെന്റ് കിട്ടുന്ന രീതിയിലുള്ള വളരെ സിമ്പിൾ സാൻസ്ക്രിറ്റ് തന്നെ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഇങ്ങനെ വളരെ പോപ്പുലറായ കലകളിലൊക്കെ ആവശ്യം വരുന്നുണ്ട്. അപ്പൊ ആ ഭാഷാപരമായ ഒരു സഞ്ചാരം നമ്മളോട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കഥകൾ മാറുകയാണ്. പല രീതിയിലുള്ള സാധാരണ വളരെ സൂര്യകാന്ത എന്നുള്ളത് സാധാരണ ഒരു കഥയെ സംസ്കൃതത്തിൽ ചെയ്യുകയാണ് ചെയ്തത്. മറ്റു പലയിടത്തും സംസ്കൃതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇടങ്ങൾ, നമോയിൽ കുചേലന്റെ കഥയാണ് കടന്നു വരുന്നത്. ഇഷ്ടിയിൽ യാഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് കടന്നു വരുന്നത്. അങ്ങനെ സംസ്കൃതവുമായി ബന്ധപ്പെട്ട ഭഗവതജ്ജുകം, ആ നാടകത്തിനെ ഒരു രംഗപാഠത്തിലേക്ക് മാറ്റങ്ങൾ ചെറുതായിട്ട് വരുത്തിക്കൊണ്ട് കുറച്ചുകൂടെ ഒരു കാഴ്ചയ്ക്ക്, സിനിമയുടെ കാഴ്ചയ്ക്ക് അനുകൂലമാക്കിക്കൊണ്ട് ദൃശ്യഭാഷയിലേക്ക് അതിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഭഗവതജ്ജുകം ചെയ്തു. മറ്റുള്ളത് മിക്കതും സാധാരണ കഥകളെയും കൂടി എടുത്തു. അപ്പൊ ഇവിടെ കേൾക്കുന്നുണ്ടോ സാറേ? ഒരു 8 മണിയാകുമ്പം സാറൊന്ന് ചുരുക്കി നിർത്തിയാൽ നന്നായിരുന്നു, പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത് അവസാനം 5 മിനിറ്റ് ഉണ്ടെങ്കിൽ തീർക്കും. കഥാപരമായ ഒരു സഞ്ചാരത്തെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പിന്നെ
നിലവാരം എന്നുള്ളത് രണ്ട് രീതിയിൽ. അതിന്റെ നിർമ്മാണത്തിന് എത്ര ബഡ്ജറ്റിൽ സിനിമകൾ ചെയ്തു തുടങ്ങി എന്നുള്ളത്, അതിൽ നിന്ന് എന്ത് റിട്ടേൺ കിട്ടുന്നു എന്നുള്ളത് അവിടെ ഒരു വ്യവസായം എന്ന നിലയിൽ അതിന്റെ ഒരു റിട്ടേൺ കൂടി അവിടെ ഒരു ഘടകമാണ്. ഇത്രയും പണം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ റിട്ടേണിനെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പലരും എന്നോടൊക്കെ പലപ്പോഴും പലയിടത്തും ചർച്ചയിൽ അങ്ങനെ നേരിട്ട് വന്ന് അന്വേഷിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ധാരാളമുണ്ട്. എങ്ങനെ ഇത് തിരിച്ചു പിടിക്കും എന്നാണ് അവർ അന്വേഷിക്കുന്നത്. പിന്നെ പ്രദർശനം എങ്ങനെ നടക്കുന്നു? ഇപ്പോഴും ഈ സിനിമകൾ വളരെ കൂളായിട്ട് കാണാൻ യൂട്യൂബിലേക്കാണ് അധികവും കടന്നു വരുന്നത്. ആമസോൺ പോലുള്ള വലിയ OTT പ്ലാറ്റ്ഫോമുകൾ ഇപ്പോഴും നമുക്ക് സംസ്കൃതത്തിൻ്റെതായ ഒരു ടൈറ്റിൽ ഇടം തന്നിട്ടില്ല. അതുകൊണ്ട് അതിന് അവിടെ മാത്രമായിട്ടൊരു സാധ്യതയില്ല. അങ്ങനെ പ്രദർശനപരമായ ഒരു സഞ്ചാരത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. പിന്നെ മാധ്യമങ്ങൾ എങ്ങനെ ചർച്ചയ്ക്കെടുക്കുന്നു, അക്കാദമിക തലത്തിൽ എവിടം വരെ ഇതിന് സെമിനാറുകളും ചർച്ചകളും റിസർച്ചുകളും നടന്നു തുടങ്ങി എന്നുള്ളിടത്ത് ഒരു ചർച്ച ആവശ്യമുണ്ട്. പിന്നെ ഇതിന്റെ പ്രേക്ഷകരാരാണ് എത്തുന്നത്? സംസ്കൃതം അറിയുന്നവരും കുറച്ച് സംസ്കൃത അധ്യാപകരും കുറച്ച് സംസ്കൃതത്തിനോട് ഇഷ്ടമുള്ള സംസ്കൃത വിദ്യാർത്ഥികളും മാത്രമാണോ സംസ്കൃത സിനിമയുടെ പ്രേക്ഷകരായി മാറുന്നത് എന്നുള്ളൊരു പഠനവും ചർച്ചയും വളരെ അനിവാര്യമാണ്. തൊഴിലിടം എന്ന നിലയിൽ സംസ്കൃത ക്ഷേത്രം ചലച്ചിത്രവുമായിട്ട് എത്ര കണ്ട് അടുത്തു വരുന്നുണ്ട്, അല്ലെങ്കിൽ ചലച്ചിത്രത്തിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു നൽകാൻ സംസ്കൃത പഠനം കഴിഞ്ഞിട്ടുള്ളവർ പ്രാപ്തരായി തുടങ്ങിയിട്ടുണ്ടോ? ഇത്രയും സഞ്ചാരങ്ങളുടെ സൂക്ഷ്മതകളിലേക്കാണ് നമ്മുടെ ചർച്ചയും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തിയും കടന്നു പോകുന്നത്. പക്ഷെ നാളെ ഇനി ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ ഞാൻ കാണുന്ന കാഴ്ചകൾ ഒന്നുകൂടി പറയുകയാണ്. ഇപ്പോൾ ഈ സംരംഭങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്ന ഒരു തലമുറ, അവർ പലപ്പോഴായിട്ട് സംസ്കൃത ഷോർട്ട് ഫിലിമുകളുടെയും സംസ്കൃതവുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരം പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം റീൽസ് വരുന്നതിൽ സംസ്കൃതത്തിലുള്ള റീൽസുകളുടെ എണ്ണം ആഫ്റ്റർ പോസ്റ്റ് കോവിഡ് കാലഘട്ടം അതിനെ വളരെ എന്താ പറയുക സപ്പോർട്ടീവായിട്ട് കാണുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഇത് സാധ്യമാണ് എന്ന് പൊതു സമൂഹത്തിൽ പല പല ഗ്രൂപ്പുകളും അങ്ങനെയുണ്ട്. ഒരിക്കലും അവർ അക്കാദമികമായിട്ട് സംസ്കൃതമായിട്ട് പ്രൊഫഷണൽ സാൻസ്ക്രിറ്റ് മേഖലയിൽ നിൽക്കുന്നവരല്ല. അവർ സംസ്കൃതം സംസാരിക്കുകയും അത്തരം റീലുകൾ പുറത്തേക്ക് വിടാനൊക്കെ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇടമായിട്ട് നമ്മുടെ മാറുന്നുണ്ട്. തീർച്ചയായിട്ടും നാളെ സംസ്കൃത സിനിമകളുടെ ചോദ്യങ്ങൾ, എന്തുകൊണ്ടൊരു സംസ്കൃതത്തിൽ സിനിമ വരുന്നില്ല എന്ന ചോദ്യം സമൂഹത്തിൽ നിന്നുണ്ടാവാവുന്ന തലത്തിലേക്ക് കടന്നു പോവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അക്കാദമികമായിട്ടുള്ള ഒരു സപ്പോർട്ടും ചർച്ചകളും പഠനങ്ങളും പഠന ഫലങ്ങളും മുന്നോട്ട് വരേണ്ടതുണ്ട്. അത് പരിശോധിക്കേണ്ടവർക്ക് പരിശോധിക്കുകയും എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത് തിരിച്ചറിയുകയും ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. ഈ രീതിയിലുള്ള ഒരു സമയത്തിന്റെ മുഹൂർത്തത്തിലാണ് നാം ഈ ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് വളരെ യുക്തമാണ്. മാത്രവുമല്ല, ഇത്തരം ചർച്ചകളിലൂടെ തന്നെയാണ് സമൂഹത്തിന് ഇതിനൊരു ധൈര്യം കിട്ടുക എന്നുള്ളതും വാസ്തവമാണ്. രണ്ട് സിനിമയും ഞങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ, ലൈഫ് സാൻസ്ക്രിറ്റിന്റെ ടീം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. മുമ്പിൽ എത്തുമ്പോൾ ഇത് ചെയ്തു തരാൻ ആൾക്കാരെ കിട്ടാത്ത ബുദ്ധിമുട്ടായിരുന്നു അന്ന് അവരനുഭവിച്ചിരുന്നത്. ഇപ്പൊ കുറച്ചുകൂടി ആ മേഖല വലുതായിട്ടുണ്ട്. ഞങ്ങൾ കൂടാം എന്ന് പറയാൻ ഒരു തലമുറ നമുക്കിന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ നമുക്ക് വളരെ സന്തോഷത്തോടെ നോക്കി കാണാം. മാത്രവുമല്ല, ഭഗവതജ്ജുകം പോലെ വളരെ എന്റർടൈൻമെന്റോട് കൂടിയ സംസ്കൃത സിനിമകൾ പുറത്തേക്ക് വന്നു തുടങ്ങിയാൽ സംസ്കൃതത്തിൽ മാത്രം സാധ്യമായ കുറെ അധികം ഇടങ്ങൾ ചലച്ചിത്രമാക്കാൻ, രംഗപാഠം നിർമ്മിക്കാൻ സംസ്കൃതത്തിൽ കൂടി മാത്രം സാധ്യമായ ഒരുപാട് ഇടങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു സാധ്യതയായിട്ട് മാറേണ്ടതുണ്ട്. പല ഇറാനിയൻ അല്ലെങ്കിൽ കൊറിയൻ ഒക്കെ ഫിലിം പുറത്തേക്ക് ഇറങ്ങാൻ നോക്കി നിൽക്കുന്ന ആരാധകരുടെ പോലെ ആ ഒരു സംസ്കൃത സിനിമ വന്നല്ലോ എന്ന് പറയുന്ന
അതൊന്ന് കാണേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ ഇത്തരം ചർച്ചകളും ഇത്തരം പ്രവർത്തനങ്ങളും വഴിതെളിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ ഒരു ചർച്ചയിലേക്ക് നമുക്ക് കടന്നു പോകാം. സമയം അതിക്രമിച്ചില്ല എന്ന് ഞാൻ കരുതുന്നു. മറ്റ് കൂടുതൽ വിശദമായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോയിട്ടില്ല. ചർച്ചകളിൽ ആവശ്യമുള്ളപ്പോൾ നമുക്കത് ചർച്ച ചെയ്യാം. സന്തോഷം. ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വഴിയിട്ട എല്ലാവരോടും ഒരു സന്തോഷവും കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനം. താങ്ക് യു സർ. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. സാറ് ആദ്യം ചെയ്തത് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി, ഒരു ഭൂമിക രചിച്ചു. അപ്പോൾ ആഗോള സിനിമകളുടെ ഒരു കണക്കിൽ സംസ്കൃത സിനിമ ഇവിടെ അടയാളപ്പെടുത്താം, ആഗോള സിനിമകളുടെ കൂട്ടത്തിൽ സംസ്കൃത സിനിമ ഇവിടെ അടയാളപ്പെടുത്താം. അതുമാത്രമല്ല, സാറ് പറഞ്ഞൊരു പ്രധാന പോയിന്റ്, ഇപ്പോഴും സംസ്കൃത സിനിമ തന്റെ ഇടം അന്വേഷിച്ച് നടക്കുകയാണെന്നുള്ള. അപ്പൊ ഇതൊക്കെ ഒരു പ്രധാന സംസ്കൃത സിനിമയെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു പ്രധാന വിഷയമാണ്. അതുപോലെ സംസ്കൃത സിനിമയുടെ ഒരു ചരിത്രം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാറ് അവതരിപ്പിച്ചു. അതുകൂടാതെ സംസ്കൃത സിനിമ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സാറ് പ്രത്യാശിക്കുന്നത് കൊറിയൻ സിനിമ പോലെ അല്ലെ മറ്റ് ഇന്റർനാഷണൽ സിനിമകൾ പോലെ ഒരു നല്ലൊരു ഭാവി സംസ്കൃതത്തിന് ഉണ്ടാവും. അതുവഴി ഇതിന്റെ ഇടയിൽ വരുന്ന ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ അങ്ങനെയുള്ള എല്ലാം തന്നെ പരിഹൃതമാവും എന്നുള്ള രീതിയിലാണ് സാർ ഇപ്പോൾ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഈ പ്രസന്റേഷൻ ചർച്ചകൾ ഒക്കെയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ചു പേരേ ഉള്ളൂ, പക്ഷെ നമുക്കൊന്ന് ചർച്ച സജീവമാക്കേണ്ടതുണ്ട്. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയാണ്. നമ്മുടെ നിർദ്ദേശങ്ങൾ, സാർ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്, സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ ഏത് ചർച്ച സാറ് ഇതുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഞാൻ തുടങ്ങി വെക്കാം. ഒന്നാമത്തെ എനിക്കൊരു പ്രശ്നം തോന്നുന്നത്, ഒന്ന്, ഇപ്പം സംസ്കൃതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഒരുപാട് മാറിയിട്ടുണ്ട്. അതായത് നമുക്കറിയാം സംസ്കൃതം എത്രയോ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഒരു ഭാഷയാണ്. ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി അതെല്ലാം കുറഞ്ഞ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ സംസ്കൃതം പലപ്പോഴും ഒരു ചീത്തപ്പേരായി മാറിയിരിക്കുകയാണ്. അതിൽ രാഷ്ട്രീയമുണ്ട്. ഇതിപ്പോ നമ്മുടെ വ്യക്തിപരമായ അനുഭവത്തിന്റെ കൂടി ഭാഗമാണ്. സംസ്കൃതം എന്ന് പറഞ്ഞാൽ അതിലൊരു രാഷ്ട്രീയമുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ കുത്തിപ്പൊക്കി, അതിലുള്ള ഒരുപാട് നെഗറ്റീവ് മനുസ്മൃതി പോലെയുള്ള ടെക്സ്റ്റുകൾ കുത്തിപ്പൊക്കി മാമൂലുകൾ പേറുന്ന ഒരു ഭാഷയാണ്. ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് ചിത്രം പൊതുസമൂഹത്തിലുണ്ട്. ഈ ഒരു കാഴ്ചപ്പാട് പൊതുസമൂഹത്തിൽ ഇത് പലരും നന്നായി പറഞ്ഞു വരുത്തുന്നുണ്ട്. നമ്മൾ അടുത്ത കാലത്ത് ഇങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ കേട്ടതാണ്. അപ്പോൾ നമ്മൾ എത്ര നിഷേധിച്ചാലും ഇത് സമൂഹത്തിലുണ്ട്, ഒരു പൊതുബോധം അങ്ങനെ വളർന്നു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ആൾക്കാരുടെ കാഴ്ചപ്പാട് സംസ്കൃത സിനിമയെ എങ്ങനെ ബാധിക്കും, അതിനെക്കുറിച്ച് സംസ്കൃത സിനിമാ പ്രവർത്തകർ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, സാർ ഇത് പറഞ്ഞു അക്കാദമികമായ ചർച്ചകളിലേക്ക് കൊണ്ടുവരണം സംസ്കൃത സിനിമകളെ, അതുവഴിയാണ് ഇത് വളരാൻ പോകുന്നത്. അപ്പോൾ ഈ അക്കാദമികമായ ചർച്ചകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്തെങ്കിലും മനഃപൂർവ്വമായൊരു ശ്രമം ഇതിലേറെ പ്രവർത്തകർ നടത്തിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കാൻ കാരണം, ഞാൻ ആകെ കണ്ടത് സംസ്കൃത സിനിമയെ കുറിച്ചുള്ള ഒരു സെമിനാർ കേരള യൂണിവേഴ്സിറ്റിയിലാണ്, കാര്യവട്ടം ക്യാമ്പസിലാണ്. അവിടെ ചെറിയ സാറിനെ പരിചയപ്പെടുന്നത്. അതല്ലാതെ കേരളത്തിൽ എന്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല. അതൊരു നല്ലൊരു വേദിയായിരുന്നു. നല്ല ഒരുപാട് കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യപ്പെട്ടു. അതേപോലെ ഒരു വേദി അതിന് മുമ്പോ അതിന് ശേഷമോ ഉണ്ടായിട്ടുണ്ടോ, അല്ലെ ഇനി അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? എന്താ വെച്ചാൽ ഇപ്പോഴും എനിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ കുറച്ചു കാലം ഉണ്ടായിരുന്നു, കാലടിയിലും ഞാൻ കുറച്ചു കാലം ഉണ്ട്. എനിക്ക് അവിടുത്തെ ഒക്കെ ഒരു സാഹചര്യം അറിയാം. പലർക്കും സംസ്കൃത സിനിമകളെ കുറിച്ച് അറിയില്ല. ഒന്നോ രണ്ടോ ഒക്കെ കേട്ടിട്ടുണ്ടാവും. അത് ഈ പേപ്പർ മീഡിയകളിൽ വരുന്ന സിനിമകളുടെ പേര് കേട്ടിട്ടുണ്ടാവും എന്നൊന്നും അല്ലാതെ അതിൽ കൂടുതലൊന്നും ഈ വിഷയത്തിൽ അറിയില്ല. ഇപ്പോഴും സംസ്കൃതക്കാരുടെ ഇടയിൽ നല്ലൊരു ശതമാനത്തിനും സംസ്കൃത സിനിമകളെ കുറിച്ചോ അതിന്റെ ഒരു ചരിത്രത്തെ കുറിച്ചോ ഒന്നും തന്നെ അറിയില്ല. അപ്പോ അറ്റ്ലീസ്റ്റ് സംസ്കൃതക്കാരുടെ ഇടയിൽ ആദ്യം അറിയണ്ട, അതുപോലും അറിയാത്തൊരു സാഹചര്യം സംസ്കൃത സിനിമയിലുണ്ട്. അപ്പൊ ഇത് സാർ പറഞ്ഞ പോലെ അക്കാദമികമായ ചർച്ചകൾ കൊണ്ടുവരണം. അതില് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, നേരത്തെ ഇവിടെ മജീദ് സാറൊക്കെ ഉണ്ടായിരുന്നു, കാണാനില്ല. പല പല യൂണിവേഴ്സിറ്റി കോളേജ് തലത്തിലേക്ക് സംസ്കൃത സിനിമയെ കൊണ്ടുവരും, ചർച്ചയാക്കാൻ സാധിക്കും. പക്ഷെ അങ്ങനെയുള്ള ഒരു പ്രവർത്തനം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മൂന്നാമത്തെ എനിക്കൊരു കാര്യം, ഞാൻ 3-4 സംസ്കൃത സിനിമ കണ്ടിട്ടുണ്ട് ആ കാര്യവട്ടം സെമിനാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഞാൻ അവിടെ പൊതുവേദിയിൽ പറഞ്ഞതുമാണ്. എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുള്ളത്, സാറ് നേരത്തെ പറഞ്ഞു സംസ്കൃത ഭാഷ വളരെ ലളിതമാക്കിയിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് സിനിമകളിൽ സന്നിവേശിപ്പിച്ചിട്ടുള്ളത്. അതായത് ആർക്ക് കേട്ടാലും പെട്ടെന്ന് മനസ്സിലാവും. ഒരുപാട് വ്യാകരണ
ത്തിന്റെ ഇതൊന്നും ഇല്ലാതെ ചട്ടക്കൂടൊന്നും ഇല്ലാതെ കേട്ടാൽ ഒരു ഡയലോഗ് കേട്ടാൽ ഏതാണ്ട് ഊഹിച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭാഷയാണ് സംഭാഷണ ശൈലിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷെ അതിൽ ഞാൻ കണ്ട ഒരുപാട് പ്രശ്നങ്ങൾ ആ എത്ര ലളിതമാക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷെ അതിൽ പോലും ഞാൻ വലിയ വ്യാകരണ പണ്ഡിതനോ എനിക്ക് ഒരുപാട് സംസ്കൃതം അറിയില്ല. പക്ഷേ എനിക്ക് പോലും അതിൽ ഒരുപാട് തെറ്റുകൾ ഉള്ളതായിട്ട് തോന്നുന്നു. അപ്പോൾ അതൊരു പലപ്പോഴും ഒരു രസം കൊല്ലിയായി ഒരു കല്ലുകടിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ? അത് തരണം ചെയ്യാനുള്ള എന്തെങ്കിലും നടപടികൾ പിന്നീട് വന്ന സിനിമകളിൽ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ ഒരു താല്പര്യമുണ്ട്. അത് മാത്രമല്ല എൻ്റെ ഒരു അനുഭവം, ഞാനും ജയലക്ഷ്മി ടീച്ചറും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന സമയത്ത് വാട്സാപ്പിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മെസ്സേജ് വരുന്നു. അതായത് കുറച്ച് മലയാളത്തിലുള്ള കുറെ സംഭാഷണം അത് വേണ്ടത് സംസ്കൃതത്തിലേക്ക് ആക്കണം. അപ്പോ ഞങ്ങൾ ചോദിച്ചു ഇതെന്തിനാണ്, ഇത് ആർക്കാണെന്ന് ചോദിച്ചപ്പോൾ ഇതൊരു സിനിമയുടെ ഡയലോഗാണ്, സംസ്കൃത സിനിമ. അപ്പോൾ സംസ്കൃത സിനിമയിൽ വരുന്ന ഡയലോഗുകൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ മാറ്റുന്നതാണോ എന്ന് അന്ന് ഒരുപാട് ചിന്തിച്ചിരുന്നു. അതായത് ഇതിന് നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് വേണം, ഒരുപാട് ആലോചിച്ചിട്ട് വേണം അതിന്റെ സ്ക്രിപ്റ്റ് റെഡിയാക്കാൻ. ഇങ്ങനെയുള്ള വലിയൊരു പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കൂ എന്നുള്ള ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള, അതായത് എനിക്കും ജയലക്ഷ്മി ടീച്ചർക്കൊക്കെ കുറച്ച് സംഭാഷണം, ആ സിനിമ എന്താണെന്നോ അതിന്റെ കഥ എന്താണെന്നോ ഒന്നും അറിയാതെ വരുന്നു. ഞങ്ങളത് ഒഴിവാക്കി. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല, അത് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ സന്ദർഭം അറിയണമല്ലോ, കോണ്ടെക്സ്റ്റ് അറിയാതെ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സാറിന് അത് എനിക്കൊന്ന് മറുപടി പറഞ്ഞു തുടങ്ങാം, പിന്നെ നമുക്ക് ക്രമേണ ചർച്ച ചെയ്യാം. ചർച്ചയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. സാറ് പറഞ്ഞു തുടങ്ങിക്കോളൂ സാർ. നമസ്കാരം. ഇതിനോടനുബന്ധമായിട്ട് ഒറ്റ ചോദ്യം കൂടി. മഹേഷ് മാഷോട് സൂചിപ്പിക്കുകയുണ്ടായി 2014 കേൾക്കുന്നില്ലേ? 2014 മുതല് സംസ്കൃത സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാഠ്യപദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പാഠ്യപദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചു. തുടർന്ന് ഈ മേഖലയിൽ ആ വർഷം മുതൽ പുതിയ സിനിമ വന്നു എന്നതും മാഷ് സൂചിപ്പിച്ചു. ഈ പ്രക്രിയ തുടർന്നു പോകുന്നതിന് ഹയർ സെക്കൻഡറിക്ക് ശേഷം കോളേജ് തലത്തിലോ യൂണിവേഴ്സിറ്റി തലത്തിലോ ഈ പഠനത്തിന്റെ തുടർച്ചയ്ക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആ മേഖലയിൽ കൂടുതൽ കുട്ടികൾക്ക് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ടോ? അതും കൂടെ ഇതിനോട് ചേർത്ത് സാറൊന്ന് പറഞ്ഞാൽ നന്നായി. ഓക്കെ, ഇതില് മാഷ് ആദ്യം പറഞ്ഞ ഒരു കാര്യം ഈ സംസ്കൃതത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണ്. പക്ഷെ സിനിമ എന്ന് പറയുന്നിടത്ത് ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് സിനിമാ പ്രവർത്തകര് സാധാരണ ഇവർ സിനിമാ പ്രവർത്തകരുമായിട്ട് ഇടപഴകുമ്പോൾ കാണുന്നത് വെച്ചിട്ട് കൃത്യമായിട്ടുള്ള ഔട്ട് നൽകുകയും റിട്ടേൺ നൽകുകയും ചെയ്യും എന്നുള്ള എന്തിനേയും അവർ അക്സെപ്റ്റ് ചെയ്യും. അതിൽ സംസ്കൃത ഭാഷയാണ് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സംസ്കൃത ഭാഷയിൽ ചിലത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരെ നമ്മളടച്ച് കാണാറുണ്ട്, ഒന്ന് അന്വേഷിക്കാറുണ്ട്. സ്ക്രിപ്റ്റുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നവരുണ്ട്. മലയാളത്തിലൊക്കെ നമ്മൾ ചില സന്ദർഭം ഈ ടീമിന്റെ ഒക്കെ ഒപ്പം പലപ്പോഴും സഞ്ചരിച്ചിട്ടുള്ളത് കൊണ്ട് മലയാളത്തിലൊക്കെ സ്ക്രിപ്റ്റ് അന്വേഷിച്ച് ഇറങ്ങിയാൽ പലരുടെയും മുമ്പിൽ ചെല്ലുമ്പോൾ 6 സ്ക്രിപ്റ്റ് ഒക്കെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇന്നത് നിരന്തരമായിട്ട് എഴുത്തുകൾ അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അത് വെച്ച് നോക്കിയാൽ നമ്മൾ നേരെ തിരിച്ചാണ്. നേരത്തെ മാഷ് പറഞ്ഞതുപോലെ ഒരു സിനിമാ പ്രവർത്തകർ സിനിമ ചെയ്യാൻ തീരുമാനിക്കുകയും എന്നിട്ട് അതിലേക്ക് എങ്ങനെയെങ്കിലും മാഷ് പറഞ്ഞ രീതിയിൽ അതിനെ ഒരു ഞെക്കി അതിൻ്റെ അകത്തേക്ക് സംസ്കൃതത്തെ അങ്ങോട്ട് സെറ്റ് ചെയ്യുവാണ്. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, ആദ്യ സിനിമയില് മലയാളത്തിൽ ചെയ്ത സ്ക്രിപ്റ്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് ആദ്യം വന്നത്. പിന്നെ നമ്മൾ അതിനെ കുറച്ച് പൊളിച്ച് ഉള്ള സമയം കൊണ്ട്, വളരെ കുറച്ച് സമയങ്ങൾ കൊണ്ട് അതിനെ, അങ്ങനെയാണ് അതിൻ്റെ അകത്ത് സംഭാഷണം മുഴുവൻ മാറ്റി അവരെഴുതുന്ന രീതിയിൽ, അല്ലെങ്കിൽ മലയാളത്തിന്റെ ഒരു ശൈലിയിൽ സംഭാഷണം എഴുതി മുമ്പോട്ട് പോകാൻ നമുക്ക് ബുദ്ധിമുട്ടായി. സംഭാഷണം നമ്മൾ വേറെ രീതിയിൽ എഴുതാം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പൊളിക്കുകയുണ്ടായി. അപ്പം സിനിമ എന്ന് പറയുന്ന മേഖലയിൽ ആ ഒരു രാഷ്ട്രീയ പ്രശ്നം
അത്ര ഗൗരവമായിട്ട് കടന്നു വരില്ല എന്നുള്ളതാണ്. എല്ലാ രാഷ്ട്രീയവും സിനിമയിൽ കൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, എല്ലാ രാഷ്ട്രീയവും സിനിമയിൽ കൂടി കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് അത്ര ഒരു സംസ്കൃതത്തിനൊരു പ്രത്യേക ബുദ്ധിമുട്ട് മറ്റു കാര്യങ്ങളിൽ ഒരുപാട് അനാവശ്യ ചർച്ചകളിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന പോലെ എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കാൻ ഒറ്റ ടീമില്ല എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് ഈ ചുട്ട മറുപടികൾ തിരിച്ചു വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. മറ്റേത് വിഷയത്തിലും പെട്ടെന്ന് സമൂഹത്തിൽ നിന്ന് പ്രതിസ്പന്ദനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇത് ആ രീതിയിലുള്ള പ്രതിസ്പന്ദനങ്ങൾ അത്ര കൂടുതൽ കാണാതിരിക്കുമ്പോൾ പറയുന്ന ആൾക്കാർക്കൊരു രസം കിട്ടുന്നുള്ളത് കൊണ്ടും കൂടി ആയിരിക്കാം അങ്ങനെയുള്ള ഒരു കാര്യം അവിടെ നടക്കുന്നതെന്ന് പലപ്പോഴും അതെന്റെ മാത്രം ഒരു നിരീക്ഷണവും തോന്നലുമാണ്. പക്ഷെ സിനിമാ മേഖലയിൽ അങ്ങനെ സംഭവിക്കാൻ ഉള്ള സാധ്യത വളരെ കുറവായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. രണ്ടാമത്, അക്കാദമിക പിന്തുണ സാധ്യമാവുന്നുണ്ട്. ഒരു പക്ഷേ അക്കാദമികമായിട്ടുള്ള കുറേയധികം പിന്തുണകൾ സാധ്യമാവുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഷോർട്ട് ഫിലിം വർക്ക്ഷോപ്പുകൾ പലതും നടന്നിട്ടുണ്ട്, ചലച്ചിത്ര വർക്ക്ഷോപ്പുകളായിട്ട് നടത്തിയിട്ടുണ്ട്, കുട്ടികൾക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട്, മുതിർന്നവർക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട്. അപ്പോ വളരെയധികം ഇപ്പൊ മലയാളത്തിന്റെ പോലെയോ ഹിന്ദിയുടെ പോലെയോ ഒരു പക്ഷെ അത് നടക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ കൂടെ ചേർന്ന് മലയാള സിനിമയിലൊക്കെ സിനിമാ പഠനം നടക്കുന്നത് മുഴുവൻ പ്രധാനപ്പെട്ട സംവിധായകരുടെ ഒപ്പം ചേർന്നുകൊണ്ട് അവര് അതിന്റെ കൂടെ ചേരുകയാണ്, അസിസ്റ്റന്റ് ആയിട്ട് ചേർന്നുകൊണ്ട് സിനിമ പഠിച്ചെടുക്കുകയാണ്. ഇവിടെ നമുക്ക് അങ്ങനെയുള്ള മേഖലകൾ കൂടുതലില്ല. കുറേയധികം പറ്റാവുന്നത്ര ആൾക്കാരെ നമ്മുടെയൊക്കെ മുമ്പിൽ വരുമ്പോൾ പറ്റാവുന്ന ആൾക്കാരെ അതിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് അതിനെ മുമ്പോട്ട് കൊണ്ടുപോവുക. ഒരു ബഡ്ജറ്റ് എന്നുള്ള ഒരു കാര്യമുള്ളത് കൊണ്ട് വളരെ കൂടുതൽ നമുക്ക് സാധ്യമല്ലെങ്കിലും പറ്റാവുന്നത്ര രീതിയിൽ നമ്മൾ അതിനെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഒരൊറ്റ ആളായിട്ട് ചെയ്യാവുന്ന കാര്യം ഒറ്റയാളായിട്ട് ചെയ്യാതെ ഒരു ടീമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു സാധ്യതയുണ്ട്. അതില് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവും അവിടേക്കാണ് വരുന്നത്. തെറ്റുകളെ പരമാവധി കുറച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മളൊരു ടീമായിട്ടാണ് അതിന്റെ ഒരു വർക്കിലേക്ക് ചെല്ലുന്നത് എങ്കിൽ നമ്മളും ഇങ്ങനെ നിരന്തരം മാതൃഭാഷയിൽ തെറ്റുകളെ അത്ര വലിയ കാര്യമാക്കാതെ പലതും അതിനെ കൊളോക്കിയലായിട്ട് അതങ്ങനെ പറഞ്ഞാൽ ഗ്രാമാറ്റിക്കലി നോക്കിയാൽ മലയാളം പറയുന്ന എല്ലാ സിനിമയിലെ എല്ലാ സംഭാഷണങ്ങളും ഗ്രാമാറ്റിക്കലി പാക്കഡ് ഒന്നുമല്ല. പക്ഷെ കൊളോക്കിയലായിട്ട് അത് പാക്കഡ് ആണ് എന്നതുപോലെ സംസ്കൃതത്തെ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് ആ തെറ്റുകൾ നമുക്ക് അരോചകമാവുന്നുണ്ട്, തെറ്റുകൾ വരുന്നുണ്ട്. അതിനെ പരമാവധി കുറയ്ക്കുവാൻ നമ്മുടെ മുമ്പിലുള്ള വഴി ഒരു ടീം എന്ന നിലയിൽ അതിനെ ഒന്ന് സമീപിക്കും. സമയം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സിനിമയ്ക്കും കിട്ടുകയില്ല എന്നുള്ളത് ഞാൻ കൃത്യമായി പറയുകയാണ്. ഇതെന്തെന്നാൽ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് നീണ്ടുപോയാൽ ഏറ്റവും കുറഞ്ഞത് ചെറിയൊരു സിനിമയാണെങ്കിൽ ഒരു 1.5 to 2 ലക്ഷം രൂപ നഷ്ടമായിരിക്കും ഒരു ദിവസം ഷൂട്ടിംഗ് മാറിപ്പോയാൽ. അപ്പൊ ഇതൊക്കെ വളരെ ടൈറ്റ് ആയിട്ടുള്ള വളരെ കൂടുതൽ ആൾക്കാരുടെ ടീം വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചേക്കാൾ വലിയ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർ ടീമായിട്ട് മാറി വർക്ക് ചെയ്യാൻ അത്രയും ടൈം കിട്ടുന്നില്ല. ഇത്ര പെട്ടെന്ന് ടീമായിട്ട് മാറി വർക്ക് ചെയ്യേണ്ട ഒരേ ചിന്തകളിലേക്ക് അവരെ മുഴുവൻ കൊണ്ടുവരേണ്ട ഒരു ഇടമായതുകൊണ്ട് പലപ്പോഴും പകല് മുഴുവൻ ഷൂട്ടിങ്, രാത്രി ഇരുന്ന് സ്ക്രിപ്റ്റുകള്, വീണ്ടും പകല് ഷൂട്ടിങ്, രാത്രിയുടെ ഒരു ഭൂരിഭാഗം സമയം ഇരുന്ന് സ്ക്രിപ്റ്റ്, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ സിനിമകൾ പലതും ചെയ്തു പോയിട്ടുള്ളത്. മാത്രവുമല്ല, എന്നിട്ട് ലിപ്പ് ശരിയാവാതെ ഡബിങ് സമയത്ത് പോലും ഡയലോഗ് ആ ലിപ്പിനനുസരിച്ചുള്ള വാക്കുകളിലേക്ക് അത് മാറ്റി കൊടുക്കേണ്ട സാഹചര്യങ്ങൾ പോലും പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു മാതൃഭാഷയല്ലാത്ത ഒരു ഭാഷയ്ക്ക് സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിനെ നമ്മൾ വളരെ ആശങ്കയോടെ കാണേണ്ട ഒരു കാര്യവുമല്ല, ചില കാര്യങ്ങളായിട്ട് മാത്രം. പിന്നെ രാജേഷ് മാഷ് അതിന്റെ കൂടെ ചോദിച്ച ആ ചോദ്യത്തില് ജയലക്ഷ്മി ടീച്ചർ അന്ന് കേരള യൂണിവേഴ്സിറ്റി ചെയ്ത ഒരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ അതിന്റെ ഒരു സെമിനാർ എന്ന് പറഞ്ഞാൽ അത് ദ ബെസ്റ്റ്, അല്ലെങ്കിൽ അങ്ങനെ മറ്റൊന്നും നടന്നിട്ടില്ലാത്ത ഒരു സെമിനാർ തന്നെയാണ്. വലിയൊരു കാര്യമാണ് ടീച്ചർ അത് ഒരു ആരംഭം കുറിച്ചത്. ഇതേപോലെ കാലടി യൂണിവേഴ്സിറ്റി ഒരിക്കൽ ചർച്ച ചെയ്തിരുന്നു. എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴാണ് കോവിഡ് കയറി വരികയും ആ ചർച്ച അവിടെ നിന്നു പോവുകയും ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചർച്ചകൾ, അത് മാത്രമല്ല കോളേജുകളിൽ
പഠനത്തിന്റെ ഭാഗമായിട്ട് മെറ്റീരിയൽസിൽ തിരക്കഥകൾ കടന്നു വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലയിടത്തും തിരക്കഥകൾ അവൈലബിൾ ആയിട്ടുള്ളതിനെ കുറിച്ചൊക്കെ ചർച്ചകൾ വന്ന് കാണാറുണ്ട്. എന്തായാലും പ്രിയമാനസം അത് പബ്ലിഷ് ചെയ്തു എന്നുള്ളത് നമുക്ക് വലിയൊരു കാര്യമാണ്. അങ്ങനെ ഒരു തിരക്കഥ പബ്ലിഷ്ഡ് വർക്കായിട്ട് തന്നെ മുമ്പിലുണ്ട്. മറ്റുള്ളവയും പുറകെ സംഭവിക്കുമെന്ന് കരുതാം. അങ്ങനെ ചില പ്രവർത്തനങ്ങൾ ആണ് യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്നത്. പക്ഷെ കുറച്ചുകൂടെ ശക്തമായിട്ട് അതിനെ നമ്മുടെ ഈ ഭാഷ ഒരു കീറാമുട്ടി അല്ല ഒരു ചലച്ചിത്രത്തിൽ എന്ന് ഉള്ള ഒരു ധൈര്യം കൊടുക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ഇത് ഏറ്റെടുക്കാൻ നമ്മുടെ കുട്ടികൾ തീർച്ചയായിട്ടും തയ്യാറാണെന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവുമില്ല. നല്ല 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 പ്ലോട്ടുകൾ സംസ്കൃതത്തിൽ ധാരാളം നിൽക്കുന്നുണ്ട്. ഇതാണ് എനിക്ക് ആ ഒരു 4 ചോദ്യങ്ങളോട് മറുപടി എന്ന രീതിയിൽ പറയാനുള്ളത്. താങ്ക് യു സാർ. ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇടപെട്ടാന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന് ശേഷം നമുക്ക് അധികം വൈകാതെ അവസാനിപ്പിക്കാം. ഈ പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും എല്ലാം സംസ്കൃതം ഇന്നത്തെ സമകാലിക കാര്യങ്ങളിൽ കൂടി ഉൾപ്പെടുത്തിയിട്ട് അത് ജനങ്ങൾക്കൊരു താല്പര്യം ഉണ്ടാകുന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഗുണപ്രദമാകും. കാരണം ഇല്ലെങ്കിൽ അതൊരു മൃതഭാഷ എന്നുള്ള രീതിയിൽ കണക്കാക്കപ്പെടില്ലേ. എല്ലാവരും വ്യാവഹാരിക ഭാഷയായിട്ട് ഉപയോഗിച്ചാൽ മാത്രമാണ് അതിന്റെ ഗുണം കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ, തീർച്ചയായിട്ടും ഈ ഒരു ഏരിയ പലപ്പോഴും നമ്മളൊക്കെ ആലോചിക്കാറ്. പക്ഷെ അതില് കോസ്റ്റ്, പ്രൊഡക്ഷന്റെ കോസ്റ്റ്, അത് ബജറ്റ് വളരെ വലിയ ഒരു നമ്മളെല്ലാം വളരെ അതിന്റെ ആർട്ട് വർക്ക്, ആർട്ടിന്റെ ഏരിയയും കോസ്റ്റ്യൂമിന്റെ ഏരിയയിലും വളരെയധികം സാമ്പത്തിക ചെലവുകൾ ഉണ്ടാവുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് പലപ്പോഴും ഈ സിനിമകൾ കടന്നു വരാൻ വലിയ എന്ന് പറഞ്ഞാൽ എല്ലാ നടന്മാർക്കോ അല്ലെങ്കിൽ സംവിധായകർക്കോ ഒരു സിനിമ എനിക്ക് സംസ്കൃതത്തിൽ ചെയ്തിട്ട് വേണം പോകാൻ. GV അയ്യർ സാറിന് തന്റെ അവസാന കാലഘട്ടങ്ങളിൽ ഏറ്റവും ശക്തമായിട്ട് തോന്നിയ ആ ഒരു ചിന്ത തീർച്ചയായിട്ടും കടന്നു വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള ആഗ്രഹം പലരിലും തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ സാധ്യമായിട്ടുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ വന്നാൽ ഇത്തരം സിനിമകൾ എടുക്കുക വളരെ എളുപ്പമായിരിക്കും. എന്താന്നാൽ സാധാരണ നമ്മള് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ഒരു ചെറിയ ഇതിൽ നിൽക്കുന്ന ഒരു കഥ എടുത്തു കഴിഞ്ഞാൽ വളരെ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറവായിരിക്കും. ആർട്ട് വർക്കിന് വേണ്ടിയൊന്നും വളരെ ചെലവൊന്നും വരില്ല, കോസ്റ്റ്യൂമിന് വലിയ ചെലവ് വരില്ല, മറ്റെല്ലാം ഇതിനു വേണ്ടി ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് വലിയ ആൾക്കാര് ഏറ്റെടുത്ത് ഇനിയിപ്പം ഈ ഭാഷ അപ്രസക്തമായിരിക്കുകയാണ്. ഏത് ഭാഷയിലെടുത്താലും ഏത് ഭാഷയിലേക്കും കേൾക്കാവുന്ന രീതിയിലേക്ക് OTT പ്ലാറ്റ്ഫോമുകൾ സജ്ജമായി കഴിഞ്ഞതുകൊണ്ട് ഈ ഒരു സാധ്യതയെ ഒരാൾ അതിലേക്ക് കൈവച്ച് തുടങ്ങിയാൽ വളരെ പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ ഒരു ഒഴുക്ക് സംഭവിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് ഇപ്പോഴും. അതിനാണ് ഈ പറഞ്ഞ ഏരിയകളിലുള്ള സിനിമകൾക്ക് വലിയ സാധ്യതകളുമുണ്ട്. താങ്ക് യു സാർ. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇടപെട്ടാകുന്നതായിരുന്നു. ഇതിന്റെ ഒപ്പം ഈ സംസ്കൃതത്തിന്റെ മേഖലയിൽ ഒരു ചെറിയ ഒരു പ്രശ്നം എന്താണെന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുള്ളത്, വളരെ കാര്യമായിട്ട് എല്ലാരെയും വിളിച്ച് കോർഡിനേറ്റ് ചെയ്ത് കാണിച്ചാൽ മാത്രമേ ഈ സിനിമ കാണാൻ എത്തുന്നുള്ളൂ. അന്വേഷിച്ച് കണ്ടുപിടിച്ച് എനിക്ക് കാണണം എന്ന് പറയുന്ന ഒരു 100 പേര് ഒരിടത്തുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു സിനിമ അവിടെ വരും. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് വലിയൊരു ക്ഷീണമാണ്. സപ്പോർട്ട്, കാഴ്ചക്കാരുടെ സമൂഹത്തിന്റെ ഒരു സപ്പോർട്ട് അവിടേക്ക് എത്തിക്കുന്നതിൽ സംസ്കൃത മേഖല കുറച്ചുകൂടി ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. അപ്പോൾ വൻ പ്രൊഫഷണൽസ് ഈ മേഖലയിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. പക്ഷെ ആ ഒരു ട്രെൻഡ് കാണിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതൊരു വാസ്തവമായിട്ട് തോന്നാറുണ്ട്.
ഒരു ആരും ഇപ്പൊ അനങ്ങുന്ന കാണുന്നില്ല. ഞാൻ ഒന്ന് രണ്ട് ചോദ്യം കൂടി ചർച്ചയ്ക്കുള്ളതാണ്. ഒന്ന്, നമുക്കറിയാം ഭാഷ ഡെവലപ്പ് ചെയ്യുന്നത് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചും ആണ്. ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് ഇപ്പൊ ഇംഗ്ലീഷ് ആയാലും ഏത് ഭാഷയായാലും ഇതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. പുതിയ പുതിയ പദാവലികൾ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മളത് കാണുന്നത് ഇപ്പൊ ജെൻസി എന്ന് പറഞ്ഞ കാറ്റഗറി, ഒരു പുതിയ കിഡ്സ്, ജെൻസി കിഡ്സ്, അവർക്ക് അവരുടേതായ ഒരു ഭാഷയുണ്ട്. അപ്പൊ ഈ മറ്റ് സിനിമകളുടെ, പ്രത്യേകിച്ചും മലയാളം അങ്ങനെയുള്ള മറ്റ് ഭാഷയുള്ള സിനിമകളുടെ പ്രത്യേകത ഒരു പരിധിവരെ ഈ മാറി വരുന്ന ഭാഷയെ അത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തത്, ഈ ഏത് ഭാഷയിലും ആ കൊളോക്കിയൽ ലാംഗ്വേജിന് അതിൻ്റെതായ ഒരു മനോഹാരിതയുണ്ട്. നമുക്കറിയാം സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയ ആളുകളൊക്കെ ഇത് വളരെ മനോഹരമായിട്ട് ഉപയോഗിക്കുന്നു. സംസ്കൃതത്തിന് എന്താണ് കൊളോക്കിയൽ? സംസ്കൃതത്തിന് അങ്ങനെ ഒരു കൊളോക്കിയൽ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം. രണ്ടാമത്തത്, ഇതില് ഇപ്പൊ ഇവിടെ നിൽക്കുന്ന മിക്കവാറും, ഇതിൽ പങ്കെടുത്ത മിക്കവാറും സംസ്കൃതക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? അതായത് സംസ്കൃത സിനിമകളെ വലിയൊരു സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ. അതിപ്പോ PhD ചെയ്യുന്ന ആൾക്കാരുണ്ട്, MA ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ ഒന്ന്, ഇതിലെന്ത് ചെയ്യാൻ പറ്റും? രണ്ട്, ഇതിലൊക്കെ തൊഴിലിടങ്ങളുണ്ടോ? അവർക്ക് അങ്ങനെയുള്ള അവസരങ്ങളുണ്ടോ? ഇപ്പോ ജോലി കിട്ടാനും വളരെ ബുദ്ധിമുട്ടാണ് സിനിമാ മേഖലയിൽ. അത് മാത്രമല്ല, എഴുതുന്ന ആൾക്കാരുണ്ട്, ഡാൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പ്രതിഭയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇതിലേക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യാൻ പറ്റും? അവർക്കൊക്കെ ഇതിൽ ഇടമുണ്ടോ? തീർച്ചയായിട്ടും ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണ് മാഷിപ്പ് ചോദിച്ച രണ്ട് ചോദ്യവും. എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, കൊളോക്കിയൽ സംസ്കൃതമുണ്ടോ? സ്വാഭാവികമായിട്ടും ഓരോ സ്ഥലത്തു നിന്നും സംസ്കൃത സിനിമകൾ കടന്നു വരുമ്പോൾ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് അതിൽ കടന്നു വരാതെ സിനിമ കടന്നു പോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതില് ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തലത്തിൽ വഴക്കമുണ്ടാവും. സ്വാഭാവികമായിട്ടും സിനിമയിൽ അടുപ്പിച്ച് സിനിമകൾ കൂടുതൽ വന്നു തുടങ്ങിയാൽ ഈ ഭാഷ ഉപയോഗിച്ച് തന്നെ അതിനെ മാക്സിമം വഴക്കത്തിലേക്ക് ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ്. ആ മാറ്റങ്ങൾ സിനിമകൾ കടന്നു വരുമ്പോൾ അതില് അങ്ങനെ അനുസരിച്ച് ഒരു ടീം വർക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ആ വഴക്കങ്ങൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്, സ്വാഭാവികമായിട്ട് നടക്കും. അതുപോലെ ഇങ്ങനെ ഒരു കൊളോക്കിയൽ, പക്ഷെ ഇതൊരു സംസ്കൃത സിനിമയുടെ കൊളോക്കിയലായിട്ടുള്ള ഒരു രീതി അതാത് ഭാഷകളുമായിട്ട് ചേർന്ന് നിന്നുണ്ടാവുമ്പോൾ അത് എത്ര കണ്ട് മൊത്തം അക്സെപ്റ്റബിൾ ആണ് എന്നുള്ളത് പരീക്ഷണത്തിന് നിൽക്കുന്ന ഒരു ഭാഗമാണ്. എനിക്ക് തോന്നുന്നത് സംസ്കൃതത്തിൽ അത്രയും വലിയ ആ തീമുകൾ അങ്ങ് മാറിക്കഴിഞ്ഞാൽ ഇത്രയും ആവശ്യം വരുന്നില്ല. തീമുകളെ നമുക്ക് കുറച്ചുകൂടെ ഹാൻഡിൽ ചെയ്തെടുക്കാവുന്ന, ഇപ്പം ഹാസൻ കൈകാര്യം ചെയ്തതുപോലെ അത്രയും ഭംഗിയായിട്ട് അതിനുശേഷമുള്ള നാടകങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ, സംഭാഷണത്തിന്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്, എന്ത് രസമായിട്ടാണ് ഹാസൻ അതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ സാധ്യതകളുണ്ട്, വഴികളുമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അത് ആവശ്യം നീട് വരുന്നത് അനുസരിച്ച് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ രണ്ടാമത്, തൊഴിലിടങ്ങൾ സ്വാഭാവികമായിട്ടും തൊഴിലിടമുണ്ട്. പക്ഷെ തൊഴിലിടം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. ലക്ഷക്കണക്കിന്. ഒരു സംസ്കൃത സിനിമ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ മുന്നിലേക്ക് എനിക്കൊരു അഭിനയിക്കാൻ റോള് വേണം, എനിക്ക് ഇന്ന കാര്യത്തിന് എന്നും പറഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം എത്രയാണെന്ന് പറയാം. അപ്പം അത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ ആഗ്രഹിച്ചിട്ട് അതിന്റെ എത്ര ശതമാനമാണോ അവിടെ സംഭവിക്കുന്നതെന്ന് ആലോചിക്കും. ഇതുപോലെയുള്ള ഒരു ആഗ്രഹം ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. നമ്മള് ഇരിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ വർക്കുകൾ നിരന്തരമായിട്ട് നടക്കുകയും നിരന്തരമായിട്ട് കുറെ ഷോർട്ട് ഫിലിമുകൾ വരികയും നിരന്തരമായിട്ട് കുറെ റീൽസ് വരികയും ചെയ്യും. ഇപ്പൊ അതിന്റെ ഒരു ട്രെൻഡ് കുറേശ്ശെ മാറുന്നതിന്റെ ഒരു ലക്ഷണങ്ങളൊക്കെ ഞാൻ നിരന്തരമായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കാര്യം തൊഴിലിടമായിട്ട് മാറുക തന്നെ ചെയ്യും. എന്തെന്നാൽ പലർക്കും ഇങ്ങനത്തെ വർക്ക് ചെയ്തു കൊടുക്കണം എന്നുണ്ട്. അവരുടെ പേരിൽ പ്രധാനി അവരായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഷോർട്ട് ഫിലിമിൽ ശക്തമായ മത്സരം, ശക്തമായ രീതിയിൽ ഷോർട്ട് ഫിലിം ആയാലും 5 എണ്ണം വന്നാൽ 6ാമത് മുതൽ ഇൻവെസ്റ്റേഴ്സ് വരും.
ഒരെണ്ണം വൈറലായാൽ അവിടെ മുതൽ അത് നിരന്തരമായിട്ട് തൊഴിലവസരമായിട്ട് മാറും. അപ്പോൾ ആണ് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലേക്കും അല്ലെങ്കിൽ കണ്ടന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് രംഗപാഠത്തിനനുസരിച്ചൊരു കണ്ടന്റ് ഡെവലപ്മെന്റ് നടത്തണം എന്നുള്ളിടത്തൊരു വലിയ കടമ്പയുണ്ട്. നമ്മുടെ ഒരു ക്ലാസിക്കൽ ശൈലിയിൽ മാത്രം ചിന്തിച്ചാൽ പോരാ. അപ്പൊ മറ്റു സിനിമകൾ കാണുന്നവര്, മറ്റു സിനിമകൾ കണ്ട് ചിന്തിക്കുന്നവർ ഈ സിനിമാ പ്രവർത്തനത്തിലേക്ക് കടന്നു വരികയും അവർക്ക് സംസ്കൃതവും കൂടി വഴങ്ങുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, മറ്റ് പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനു കൂടി ഒരു സംസ്കൃതവും കൂടി ചെയ്യാവുന്ന രീതിയിലേക്ക് ഒക്കെ അത് മാറാനുള്ള സാധ്യതകൾ ഒരു തൊഴിലിടമായിട്ട് അപ്പോൾ മാത്രമായിരിക്കും. സ്ഥിരമായ ഒരു തൊഴിലിടമായിട്ട് അതിന് കുറച്ചു കാലം കൂടി എടുക്കേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത ജനറേഷന്റെ ഒരു കാലഘട്ടത്തിൽ തന്നെ, ഇപ്പൊ ഈ കടന്നു പോകുന്ന ജനറേഷന്റെ ഒരു കാലഘട്ടത്തിൽ തന്നെ അത് സാധ്യമായേക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, നമുക്ക് 8:30 അവസാനിപ്പിക്കാം. സുന്ദരേഷ് സാറ് ഇടപെടുന്നുണ്ടോ? ഞാനിപ്പോ കേറി ആദ്യത്തെ കുറച്ച് ഭാഗം കേട്ടിരുന്നു. ചർച്ചകൾ എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ചർച്ചകളെ ബേസ് ചെയ്തുകൊണ്ടും പ്രസന്റേഷനെ ബേസ് ചെയ്ത് എനിക്ക് ചോദിക്കാനില്ല. പക്ഷെ ഇപ്പൊ ഞാൻ കേട്ടു, അജിതന്റെ ഇടപെടൽ കേട്ടിരുന്നു. എനിക്ക് അടിസ്ഥാനപരമായിട്ട് ഉള്ള സംശയങ്ങളാണ് ഈ ഇപ്പൊ പറഞ്ഞ കാര്യവുമായിട്ട് ചേർത്ത് വെക്കാവുന്നത് തന്നെയാണ്. കൊളോക്കിയൽ ഭാഷയുണ്ടോ സംസ്കൃതത്തിനെന്ന് അജിതൻ ചോദിച്ച പോലെ എനിക്ക് അതിലും കടന്ന് സംസ്കൃതം ഒരു ധൈഷണിക വ്യവഹാരത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ഭാഷയായിട്ട് തന്നെയാണ് പലപ്പോഴും നമുക്ക് തോന്നുന്നത്. ഇപ്പൊ സംസ്കൃത സാഹിത്യത്തില് മഹാഭാഷ്യത്തിലും മറ്റുമൊക്കെ നൈഷധത്തിലോ മറ്റു പല സ്ഥലങ്ങളിലും സംസ്കൃതം സംസാരിച്ചിരുന്നു, സ്വാഭാവികമായിട്ട് സംസാരിച്ചിരുന്നു എന്നൊക്കെ പറയാൻ നമുക്ക് തെളിവുകൾ നിരത്താറുണ്ടെങ്കിലും സംസ്കൃതത്തിന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ പല മേഖലകളിലും ചിന്തിക്കാൻ, ഭൈഷണികമായ വ്യവഹാരം നടത്താൻ വളരെ ശക്തമായിട്ട്, ഹൃദ്യമായിട്ട്, ചുരുങ്ങിയ വാക്കുകളിൽ വളരെ ഗംഭീരമായിട്ട് നമുക്ക് വ്യവഹരിക്കാൻ പറ്റും, ഉറപ്പാണ്. പക്ഷെ അതൊരു ധൈഷണിക വ്യവഹാരത്തിന് മാത്രമായി നിൽക്കുന്ന ഒരു ഭാഷയല്ലേ. അതില് ഒരു ചടുലതയോടുകൂടി സ്വാഭാവികമായിട്ടുള്ള ഒരു ഭാഷ, ഒരു സംസാര ഭാഷ എന്ന് ഇല്ലാതിരിക്കെ എങ്ങനെയാണ് സംസ്കൃത സിനിമ എന്ന് പറയുമ്പോൾ എന്താണ് സംസ്കൃത സിനിമ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെറും ഈ ഉപയോഗിക്കുന്ന ഭാഷ മാത്രം സംസ്കൃതമാണോ? അത് വല്ലാത്തൊരു ചോദ്യമാണത്. അതിന് എന്താണ് ഉത്തരം പറയുക എന്നുള്ളത് എൻ്റെ ഒരു കൗതുകം തന്നെയാണ്. ഇതിന് ഞാൻ ഇടപെട്ട് മഹേഷ് പറഞ്ഞാൽ എനിക്ക് ഇനിയും ഒന്നൊരുടെ കാര്യം എന്റെ മനസ്സിൽ തെളിയാതെ നിൽക്കുന്നുണ്ട്. അത് ചിലപ്പോൾ തെളിച്ചം കിട്ടും. തീർച്ചയായിട്ടും പക്ഷേ തീർച്ചയായിട്ടും ആ ചർച്ചയിൽ കൂടാൻ വളരെ താല്പര്യം എനിക്കുണ്ട്. ഞാൻ നേരത്തെ അതാണ് ആ ഭൂമികയിൽ ആദ്യം പറഞ്ഞത്. ഞാൻ കണ്ടിട്ടുള്ള സിനിമകളില് ഒരു 50% സിനിമയുടെ ഭാഷ എന്താണ് എന്നുള്ളത്, ആ ഭാഷയുടെ എന്ന് പറഞ്ഞാൽ ആ ഭാഷയുടെ പേര് പോലും പലയിടത്തും ധാരണയില്ലാതെ കണ്ടിട്ടുള്ള സിനിമകളാണ്. പക്ഷെ അത്രയും എന്താ പറയാ, സ്പെഷ്യൽ ഫിലിമുകളായിട്ട് അവ മാറി. ലോകം മുഴുവൻ സിനിമയെ ഇഷ്ടപ്പെടുന്നവർ അന്വേഷിച്ച് ചെന്ന് കാണുന്ന രീതിയിലേക്ക് അവ മാറുകയുണ്ടായി. സിനിമ അതാണ്. സിനിമ ദൃശ്യഭാഷയാണ് ശരിക്കും, അല്ലെങ്കിൽ അതാണ് സിനിമയുടെ ഗ്രാമർ എന്ന് തന്നെ നമുക്ക് പറയാം. അതിനൊരു ഭാഷയുടെ ഒരു സപ്പോർട്ടാണ് അവിടെ ആവശ്യം. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പ്രത്യേകതകളുള്ള സംസ്കൃതത്തിന് അവിടെ ഇടപെടാൻ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഭാഷാപരമായിട്ട് ഈ ഭാഷയിലൂടെ തന്നെ അതിനെ സമീപിക്കാൻ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതിന്റെ ഏറ്റവും ദൃഷ്ടാന്തമായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഭാസനെ തന്നെയാണ്. അവിടെ ഒരു വഴക്കം, ഭാസന്റെ നാടകങ്ങളിലൂടെ കടന്ന്, അല്ലെങ്കിൽ അത് കുട്ടികളുടെ മുമ്പിൽ അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോഴും നമ്മൾ വായിച്ചു നോക്കുമ്പോഴും ഒക്കെ രസകരമായിട്ടുള്ള ഒരു വഴക്കം അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് പലപ്പോഴും എനിക്കൊക്കെ തോന്നാറുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു തലത്തിലേക്ക് ഇത് കടന്നു പോകാൻ എളുപ്പമാണ് സിനിമയിൽ. എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ടുള്ള സംഭാഷണമല്ല സിനിമയ്ക്ക് ആവശ്യം. വിഷ്വലൈസ് ചെയ്യാൻ, സംസ്കൃതത്തിലെ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിനെ വിഷ്വലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ സീൻ ടു സീനിലേക്ക് കടന്നു പോകാൻ തിരക്കഥ എഴുതുന്നവർക്കും അതിലെ സംവിധാനം ചെയ്യുന്നവർക്കും ഉണ്ടാകാവുന്ന ആ ഒരു കപ്പാസിറ്റി, ആ കപ്പാസിറ്റിയിൽ ഭാഷ അവിടെ വളരെ വളരെ
കാര്യമായിട്ട് ഗണിക്കേണ്ട ഒന്നല്ല. പക്ഷെ സംസ്കൃതത്തിലെ ചില ഇടങ്ങളുണ്ട്. ഇപ്പോൾ ആദിശങ്കരാചാര്യരിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് സംസ്കൃതത്തിൽ ചെയ്താലേ അതിന്റെ സ്വാഭാവികമായിട്ട് സമൂഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടൂ എന്ന് GV അയ്യർ സാറിനത് അങ്ങനെ തോന്നി. ഇതുപോലെയുള്ള ഒരുപാട് സാധ്യതകൾ അതിനെ രംഗപാഠമാക്കാനുള്ള സ്കില്ല് നമ്മുടെ സംസ്കൃതത്തിന്റെ സമൂഹം ആർജിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെയാണ് വഴക്കത്തോടുകൂടി ഈ ഭാഷ കടന്നു ചെല്ലും എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ ഒരു ഇറാനിയൻ ഫിലിം കാണും, ആ ഭാഷയുടെ വഴക്കം അല്ലെങ്കിൽ അതിന്റെ ഒരു രീതി നമ്മളെ സ്വാധീനിക്കുന്നേ ഇല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഹിന്ദി സിനിമയിലേക്ക് ഇപ്പൊ ഹിന്ദി സിനിമയിലെ പുതിയ ട്രെൻഡ് എന്താ? പഞ്ചാബിയുടെ മിക്സിങ് വളരെ കൂടുതലാണ്. ഹിന്ദി സിനിമ കാണുന്ന ആരെയും അത് ബാധിക്കുന്നില്ല. ശൈലികളൊന്നും അതിൻ്റെ അകത്തൊരു പ്രസക്തമല്ലാതെ ആവുകയാണ് ചെയ്യുന്നത്. സിനിമയായിട്ട് അങ്ങ് വളർന്നു തുടങ്ങിക്കഴിഞ്ഞാൽ സംഭാഷണമോ അതിന്റെ ശൈലികളോ ഒന്നും പ്രസക്തമല്ല. ചിലപ്പോ അത് പുതിയ രീതികളിലേക്ക് കടന്നു പോകാൻ പ്രേരിപ്പിക്കുക ചെയ്യും. അപ്പൊ അത് ഒരു കുഴപ്പമായിട്ട് മാറില്ല എന്നാണ് എനിക്ക് സാറിന്റെ വീണ്ടും മുമ്പോട്ടുള്ള സജഷനുകൾ കൂടി കേൾക്കുമ്പോൾ നമ്മുടെ ചിന്തയ്ക്കും കുറച്ചുകൂടി തെളിച്ചം കിട്ടുന്നത് തോന്നുന്നു. ഇപ്പൊ മഹേഷ് പറഞ്ഞു നിർത്തിയതിൽ എനിക്ക് ഒരു വൈരുദ്ധ്യം ഞാൻ കാണുന്നു. സിനിമയുടെ ഭാഷ ദൃശ്യഭാഷയാണ് എന്ന് പറഞ്ഞു, അത് വാസ്തവമാണ്. അങ്ങനെയാണെങ്കിൽ ഈ സംസ്കൃത സിനിമ എന്ന് പറയുന്നത് ഭാഷയ്ക്ക് പ്രസക്തി ഇല്ല എന്നുള്ളതാണല്ലോ. ദൃശ്യഭാഷയാണ് സിനിമ എങ്കിൽ അങ്ങനെയാണ് മിക്കവാറും. അതിൽ ഒരു ചെറിയൊരു ഘടകം മാത്രമാണ് ഒരു ലാംഗ്വേജും ആ ലാംഗ്വേജ് ഒരു ഭാഷ പ്രതിനിധാനം ചെയ്യുന്ന സംസ്കാരവും. അതിനപ്പുറമാണ് സിനിമയുടെ ഒരു ഭാഷ, ദൃശ്യഭാഷ എന്ന് പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ സംസ്കൃത സിനിമ എന്ന് പറയുന്നതിന് തന്നെ എന്ത് പ്രസക്തി? ഒരു ചോദ്യം നിൽക്കട്ടെ, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം. സാറേ ഹലോ, ഒരു 2 മിനിറ്റുള്ള നിർത്താൻ നോക്കിയാലോ? നമ്മളിപ്പോ ഒരുപാട് സമയമായി. സാറ് പറഞ്ഞോളൂ, സാറ് പറഞ്ഞോളൂ, അദ്ദേഹം മറുപടി കഴിഞ്ഞതിന് ശേഷം നിർത്താം. അതെ, ഞാൻ ചോദ്യം പറഞ്ഞു വെക്കാം, എന്നിട്ട് ചർച്ച ചെയ്തില്ലെങ്കിലും വേണ്ട, ചോദിച്ചു വെക്കാം. ഈ സംസ്കൃതത്തിന്റെ ലോകത്തിൽ, സംസ്കൃത സാഹിത്യത്തിന്റെ ലോകത്തിൽ നോക്കിയാൽ ഇപ്പൊ ഭാസനാടകങ്ങൾ വളരെ ശക്തമാണെന്നൊക്കെ മഹേഷ് പറയുമ്പോഴും എന്താണ് അജിതൻ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. ശരി. അങ്ങനെ പറയുമ്പോഴും ഭാസനാടകങ്ങള് സ്റ്റേജ് കണ്ടിട്ട് എഴുതപ്പെട്ട നാടകങ്ങളാണ്. സ്വപ്നവാസവതത്വവും പ്രതിജ്ഞായോധനാണ് ഒഴികെ നടന്മാരെഴുതിയ നാടകങ്ങളാണ്. ബാക്കി സംസ്കൃത സാഹിത്യത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ക്ലാസിക്കുകളെല്ലാം തന്നെ വായിക്കാനുള്ള നാടകങ്ങളാണ്. അപ്പോ എങ്ങനെയാണ് അതിന് സംസ്കൃതത്തിൽ ഒരു പ്രസക്തിയുണ്ട്? സംസ്കൃത നാടകം എന്ന് നമ്മൾ പറയുമ്പോൾ, നമ്മൾ ചെയ്ത് അവതരിപ്പിക്കുമ്പോൾ ലോകര് പ്രതീക്ഷിക്കുന്നത് അവരുടെ ഒരു ധാരണ വെച്ചുകൊണ്ട് സംസ്കൃതം എന്നാൽ ഒരു ദിവ്യമായിട്ടുള്ള ദൈവികമായിട്ടുള്ള ഒരു ഭാഷയാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഭാരതത്തിൽ തനതായിട്ടുണ്ടായിരുന്ന ഒരു വലിയൊരു സംസ്കാരത്തിന്റെ ഒരു പ്രതിനിധാനമാണ് സംസ്കൃത ഭാഷ. അപ്പൊ അതിലെന്തൊക്കെയോ ഉണ്ട് എന്ന് വിശ്വസിച്ചിട്ട് അത് പ്രതീക്ഷിച്ചു വരുന്നവരാണ്. സിനിമയല്ല അവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ആദിശങ്കരൻ സിനിമ ചെയ്തപ്പോ പറഞ്ഞ കാര്യവും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇതൊരു കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ എന്റെ മിനിഞ്ഞാന്നുണ്ടായ ഒരു അനുഭവം കൂടി ഷെയർ ചെയ്തിട്ട് നിർത്താം. ഭരത പിഷാരടി എല്ലാവർക്കും അറിയാലോ. ഭരത പിഷാരടി മോള് മാത്തമാറ്റിക്സ് പ്രൊഫസറായിരുന്നു, പ്രൊഫസർ നന്ദിനി. IIT മാത്തമാറ്റിക്സ് പ്രൊഫസറായിരുന്നു. അവർ റിട്ടയർ ചെയ്ത ശേഷം ഇപ്പോ ഗവേഷണം നടത്തുകയാണ്. അപ്പൊ ഞാൻ അവരെ കാണാനായപ്പോ ചോദിച്ചു എന്താണ് വിഷയം എന്ന്. സംസ്കൃത നാടകങ്ങളാണ് വിഷയം എന്ന് പറഞ്ഞു. സംസ്കൃത നാടകങ്ങളാണ് വിഷയം എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, സംസ്കൃത നാടകങ്ങൾ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? ഇപ്പൊ കർണഭാരം പഴയ നാടകത്തെ എടുത്ത് കാവാലും അല്ലെങ്കിൽ ഇപ്പൊ ചിലരൊക്കെ ചെയ്യുന്നു. അതല്ലാതെ പുതിയൊരു വിഷയം എടുത്തിട്ട് മറ്റ് നാടകങ്ങൾ ഒക്കെ ചെയ്യുന്ന പോലെ മലയാളത്തിൽ തന്നെ നാടകങ്ങൾ ചെയ്യുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു ഇടപെടലുണ്ട് സമൂഹത്തിൽ. അതുപോലെ ഇടപെടുന്ന സംസ്കൃത നാടകങ്ങൾ ഉണ്ടോ? എന്താണ് നിങ്ങൾ റിസർച്ച് ചെയ്യുന്നത് ചോദിച്ചപ്പോ ആ ചോദ്യത്തിന് ഞാൻ അവരോട് ചോദിച്ചു എന്നുള്ളതല്ല, ആ ചോദ്യത്തിന് വളരെ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെയാണ് സംസ്കൃത സിനിമയ്ക്കും
സംസ്കൃത സിനിമ എന്നൊരു സിനിമയുണ്ടോ? അതിനെന്താ പ്രസക്തി? സംസ്കൃതം എന്ന ഭാഷ വളരെ പരിമിതമാണെങ്കിലും, ദൃശ്യഭാഷയാണെങ്കിലും, സിനിമയുടേത് ദൃശ്യഭാഷയാണെങ്കിലും അതിൽ ഉപയോഗിക്കുന്ന ഭാഷയും ആ സംസ്കാരവും വല്ലാതെ അതിനെ സ്വാധീനിക്കുന്നുള്ളത് ശരിയാണല്ലോ. നമുക്കാണെങ്കിൽ സംസ്കൃതം അങ്ങനെ ഒരു ശക്തമായിട്ടുള്ള ദൈനംദിന ഭാഷ അല്ല എന്ന് ആണ് നമുക്ക് തന്നെ ബോധ്യപ്പെടുന്നത്. സംസ്കൃത പഠിതാക്കൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. മറിച്ച് ഉള്ള അഭിപ്രായം നമ്മൾ മാനിക്കുന്നു, അങ്ങനെ ഉണ്ട്, അതിനൊക്കെ ചില തെളിവുകളും ഉണ്ട്. പക്ഷെ ഇങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് എന്നുള്ളതുകൊണ്ട് അതൊരു വല്ലാത്തൊരു സങ്കീർണത അല്ലേ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. നിർത്തട്ടെ. പക്ഷെ ഒരു കാര്യോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു. അജിത മാഷെ ഇന്ന് ചെയ്യട്ടെ? സാറ് പറഞ്ഞോളൂ, ചുരുക്കി പറഞ്ഞ് നമുക്ക് നിർത്താം. ചുരുക്കി പറയാം. നമുക്ക് ഇവിടെ മാഷിപ്പ് പറഞ്ഞ മാഷിന്റെ ആശങ്കകളെല്ലാം വളരെ കൃത്യമാണ്. എന്തെന്നാൽ ഒരു കാലഘട്ടം മുഴുവൻ നമ്മൾ സംസ്കൃതത്തെ അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ, ഒരു കാലഘട്ടം മുഴുവൻ. അപ്പൊ അങ്ങനെ കാണുന്നതിൽ നിന്ന് ഇപ്പോൾ വളരെ സ്വാഭാവികമായിട്ടുള്ള പല മാറ്റങ്ങളും നമ്മൾ സമൂഹത്തിൽ വളരെ ഈസി ആയിട്ട് ഏറ്റെടുക്കുകയാണ്. സമൂഹം, അടുത്ത തലമുറ അതിനെ അങ്ങനെ വളരെ ഈസി ആയിട്ട് ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഇതേ ചിന്ത മറ്റേ രീതിയിലേക്ക് മാറാൻ കുറച്ച് സമയങ്ങൾ തന്നെ മതി എന്നുള്ളതാണ്. അതാണ് ഇത്തരം ടെക്നോളജിയുടെ ഉപയോഗം കൊണ്ട് സാധ്യമാവുന്ന ഒരു വലിയ കാര്യം. സംസ്കൃത സിനിമയുടെ പ്രസക്തി അവിടെ തന്നെയാണ്. മാഷ് പറഞ്ഞ ആ സംസ്കൃതിയോടും അതിന്റെ തനതായ ചില പ്ലോട്ടുകളും മുമ്പോട്ട് കടന്നു വരികയാണ് എങ്കിൽ മാത്രമാണ് സംസ്കൃത സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയുടെ പ്രസക്തി നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയം സംസ്കൃത ഭാഷയിൽ എടുത്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് സംസ്കൃതം പഠിപ്പിക്കുന്നവരോ അല്ലെങ്കിൽ സംസ്കൃതത്തിനോട് നിൽക്കുന്നവർക്കോ ഇങ്ങനെ ഇതിവിടെ ഉണ്ട് എന്ന് പറയാൻ മാത്രമുള്ള ഒരു കാര്യം. പക്ഷെ അതല്ലാതെ ഒരിടം സംസ്കൃത സിനിമയിൽ ഉണ്ട് എന്നുള്ളത് അത് യദുവിന്റെ ഭഗവതജ്ജുവും കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വളരെ രസകരമായിട്ട്, എന്നാൽ അതിന്റെ ഒരു സ്ട്രക്ചറിൽ അത് വളരെ രസകരമായിട്ട് മാറുന്ന കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ ചില ഒരു പടിയും കൂടി കടന്നുള്ള ഒരു തലത്തിലേക്ക് ഇതങ്ങ് കടന്നു ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും സംസ്കൃത സിനിമ എന്ന് പറയുന്ന ഒരു ട്രെൻഡ് തന്നെ, കൊറിയൻ സിനിമ എങ്ങനെയാണ് പെട്ടെന്ന് കേരളത്തിലേക്ക് അല്ലെങ്കിൽ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്ന് നമുക്കറിയാം. ഇറാനിയൻ സിനിമകൾ അങ്ങനെയാണ്. അതിൽ അവരുടെ ആ ഒരു കൾച്ചർ വളരെ സോഫ്റ്റ് ആയിട്ട്, അല്ലാതെ കൾച്ചറിനെ എടുത്തു പറയാൻ വേണ്ടിയിട്ടല്ല സിനിമ ചെയ്യുന്നത്, വളരെ സോഫ്റ്റ് ആയിട്ട് സ്വാഭാവികമായിട്ടും ആ ദൃശ്യഭാഷയുടെ പിന്നാമ്പുറങ്ങളിലൂടെ ആ സംസ്കൃതി കടന്നു പോകുന്നു. അങ്ങനെയുള്ള ഒരുപാട് ഇടങ്ങൾ സംസ്കൃതത്തിന്റെ മേഖലയിൽ കൃത്യമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്റെ പക്ഷം. നമുക്ക് കാത്തിരുന്ന് കാണാവുന്ന, അടുത്ത തലമുറ അതിനെ ഏറ്റെടുക്കുമ്പോൾ കാത്തിരുന്ന് കാണാവുന്ന ഒരു മേഖലയായിട്ട് അത് മാറും എന്നുള്ള പ്രതീക്ഷയും ഇപ്പോഴും ഞാൻ വച്ചു പുലർത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ചില സംഭാഷണങ്ങൾ, ചില ഇടപെടലുകൾ മാത്രമാണ് അതിനെ എനിക്ക് എന്റെ മുമ്പിലുള്ള പ്രതീക്ഷയ്ക്കുള്ള വഴികാട്ടികൾ അല്ലെങ്കിൽ വഴിമരുന്നുകൾ എന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനം. താങ്ക് യു സാർ. നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മഹേഷ് സാറിനോടുള്ള നന്ദി അറിയുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു സംസ്കൃത സിനിമകൾ വിജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ സംസ്കൃത സിനിമ ഇനി നിലനിൽക്കണമെങ്കിൽ സംസ്കൃത പ്രേമികൾ, സംസ്കൃതം പഠിക്കുന്നവർ, സംസ്കൃത മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഇവർ തന്നെ വിചാരിക്കണം ഒരു പരിധിവരെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് മഹേഷ് സാർ സൂചിപ്പിച്ചതുപോലെ ഇതൊരു അക്കാദമിക വിഷയമാക്കി മാറ്റി ഇത് വലിയൊരു ചർച്ചാ വിഷയമാവണം. ഈ ഒരുപാട് വിമർശനങ്ങളും ചർച്ചകളും വരുമ്പോഴേ നല്ല നല്ല സിനിമകൾ വരും. അത് ഏത് സിനിമയായാലും ആരും കാണാതെ, ഇനി കണ്ടാൽ തന്നെ ഒന്നും അഭിപ്രായം പറയാതെ, വിമർശിക്കാതെ, വിലയിരുത്താതെ പോകുന്ന എന്തും ഒന്നുകിൽ മോശമായി തുടരും അല്ലെങ്കിൽ നിന്നു പോകും. സംസ്കൃത സിനിമക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ ഇപ്പൊ ഇവിടെ ഒരു ചർച്ച നടത്തി, ഇതേപോലെ ഒരുപാട് വേദികളിൽ സംസ്കൃത സിനിമ ചർച്ച ചെയ്യപ്പെടണമെന്ന് മാത്രമല്ല പ്രദർശനവും ഉണ്ടാവണം, അതിന്റെ വിലയിരുത്തൽ ഉണ്ടാവണം. ഇത് മുഴുവൻ ഇതിന്റെ മേഖലയിൽ പ്രവർത്തിച്ച ആളുകൾ അറിയുമല്ലോ ഇങ്ങനെ ചർച്ചകൾ വന്നു. എന്നാലേ ഈ മേഖലയിൽ കാര്യമായൊരു മുന്നേറ്റം സാറ് സ്വപ്നം കാണുന്നത് പോലെ, പ്രതീക്ഷിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാൻ പോലെ കൊറിയൻ സിനിമ പോലെയോ മറ്റ് ഇന്റർനാഷണൽ സിനിമ പോലെയോ സംസ്കൃത സിനിമക്കും അതിൻ്റെതായ ഒരു ഇടം ഉണ്ടാവുകയും ഒരു ചർച്ചയായി മാറുകയും ചെയ്യണമെങ്കിൽ ഈ പ്രോസസ്സിലേക്ക് കൂടി ഒക്കെ കടന്നു പോകേണ്ടതുണ്ട്. ഇതൊരു നല്ലൊരു വേദിയാവട്ടെ. ഈ സംസ്കൃത സിനിമ ഇനിയും അക്കാദമിക രംഗങ്ങളിൽ ഒരുപാട് ചർച്ചയാവട്ടെ. ഇപ്പോൾ ഉള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഭാഷയ്ക്ക് അതീതമായി, എന്നാൽ ഭാഷ
തുല്യ പ്രാധാന്യത്തോടുകൂടി ഈ സിനിമ ഒരുപാട് വളരട്ടെ എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. അപ്പൊ ഇന്ന് ഈ വിഷയം വളരെ മനോഹരമായി അതിന്റെ ചരിത്രം, പശ്ചാത്തലം, മറ്റു കാര്യങ്ങളെല്ലാം മഹേഷ് സാർ വളരെ മനോഹരമായിട്ട് പറഞ്ഞു. സാറിന് സംവാദ ഭൂമികയുടെ പേരിലുള്ള ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ ചർച്ചയിൽ പങ്കെടുത്ത ഇതിൽ ഇന്ന് കുറച്ചധികം പേര് പങ്കെടുത്തിട്ടുണ്ട്. പലരും പരിചയമില്ല, എങ്കിലും ഇതിൽ പങ്കെടുത്ത നിങ്ങൾ കേൾക്കുന്നു എന്ന് മാത്രമല്ല, ഇത് വളരെ ഉത്സാഹത്തോടുകൂടി കേൾക്കുന്നു. ഇനി ഇതൊക്കെ ചർച്ചയാവും, ഈ കേട്ട ഓരോ ആളും ഇത് ചർച്ച ചെയ്യും, ഇത് വലിയൊരു വിഷയമാക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഈ ഒരു പ്രഭാഷണം ഇവിടെ അവസാനിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു ഈ സെമിനാർ ഇവിടെ കഴിഞ്ഞതായിട്ട് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു സർ.